നമ്മൾ മരിച്ചു കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ ശേഷിപ്പിക്കുന്ന ശരീരത്തിൻ്റെ ശേഷിപ്പുകൾ തിരുശേഷിപ്പായിരിക്കുമെന്ന് ഉറപ്പ് നമുക്കുണ്ടാവണം. മരിച്ചുപോയവർ ഉപയോഗിച്ച എന്ന് പറയുമ്പം അവരെങ്ങനെ ഉപയോഗിച്ചു, ഇതാണ് അവിടെ വിഷയം. അവരെങ്ങനെ ഉപയോഗിച്ചു? ദൈവത്തിൻ്റെ വചനം പാലിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ആ മണ്ണ് ഉപയോഗിച്ചെങ്കിൽ വിശുദ്ധി പതിഞ്ഞിട്ടുണ്ട്. അതല്ല, അവർ അശുദ്ധിയിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് സ്വന്തം വഴിക്ക് സാത്താൻ്റെ വഴിക്കൊക്കെ പോയിട്ടാണ് അവിടെ ജീവിച്ചെങ്കിൽ അവിടെ തിന്മ പതിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ യൂട്യൂബിൽ ഒരു പങ്കുവെക്കൽ ഇട്ടിരുന്നു. മരിച്ചുപോയ വ്യക്തികളുമായി നമുക്കുള്ള ബന്ധത്തെക്കുറിച്ച് ചില ആഴപ്പെട്ട വചന അധിഷ്ഠിതമായ ഉൾക്കാഴ്ചകൾ. കാരണം ആ മേഖലയിൽ ഒരുപാട് കലക്കങ്ങളും പല രീതിയിലുള്ള ഒരു വക ആൾക്കാരെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ പോലും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഒത്തിരി വരുന്നുണ്ട്. ഈ നാളുകൾ തന്നെ പല ആൾക്കാരും എനിക്ക് ചില വീഡിയോകൾ ചില ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളുടെ തന്നെ ഇട്ട് തന്നുകൊണ്ട്, അച്ഛാ ഇതിങ്ങനെയാണോ, ഈ മരിച്ചവരുടെ മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഒന്നും ചിന്തിക്കാനില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് പലരും ചിന്തയിട്ട് ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടും കൂടിയാണ് ഞാൻ യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ ഈ ദിവസങ്ങളിൽ ചെയ്തത്. മരിച്ചവർ ഉപയോഗിച്ച വസ്തുക്കൾ നാം ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ എതിർ ചിന്തകളും ചില അധിക്ഷേപ കമൻറ്റ്, അതെപ്പോഴും അങ്ങനെയാണല്ലോ, പക്ഷെ വരുന്നുണ്ട്. പക്ഷെ ചില വ്യക്തികളൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ചില സംശയങ്ങളും ആശങ്കകളും ഒക്കെ എനിക്ക് ഇട്ട് തരികയുണ്ടായി, മെയിലായിട്ടും വാട്സാപ്പിലും അങ്ങനെയൊക്കെ. അവിടെ ഞാൻ അതേപ്പറ്റി ഏതാനും കമൻറ്റുകളൊന്ന് പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നുകയാണ്. അച്ഛൻ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ചുമ്മാ ഒരു തോന്നലിന് ചെയ്തതല്ല. വളരെ ഗൗരവമായ ആത്മീയ കാര്യങ്ങൾ, നമ്മൾ പരിഗണിക്കേണ്ട ആത്മീയ കാര്യങ്ങൾ ഉണ്ട്. അത് പങ്കുവെക്കാൻ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രമിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചില മേഖലയും കൂടെ കാണാനായിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ ബാക്കി വീണ്ടും ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുണ്ട് കാര്യം. കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്കൊരു വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ടുള്ള ആളാണ്, ഏകദിന ധ്യാനം. പക്ഷെ ഒത്തിരി അനുഭവം എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിലാണ്. അവിടെ നിന്നും എനിക്ക് ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ് വളരെ ആത്മാർത്ഥയോടുകൂടെ. നല്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥം എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പൊതുവാக അത് പല ആൾക്കാർ ഈ രീതിയിൽ സംശയങ്ങൾ ഈ വാട്സാപ്പിൽ കമൻറ്റ് ബോക്സിൽ ഇടുകയുണ്ടായി. അതുകൊണ്ട് അതിനൊക്കെ ഒരു ഉത്തരമായിട്ടും കൂടി വരാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ആ വ്യക്തി ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്, അച്ഛൻ്റെ തിരുശേഷിപ്പുകൾ പോലെ ദുർശേഷിപ്പുകളും ഉണ്ടോ? അത് ഈ സെയിം വീഡിയോ തന്നെയാണ്, അതിന് പല തമ്പനേലുകളുണ്ട്, ഹെഡിങ്ങുകളുണ്ട്. എന്ന പുതിയ വീഡിയോ കണ്ടപ്പോൾ മനസ്സിനെ അലട്ടുന്ന ചില ആത്മീയ ആശങ്കകൾ അച്ഛനുമായി വിനയപൂർവ്വം പങ്കുവെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ആശങ്കകൾ, നമുക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പം ആശങ്കകൾ അല്ല വേണ്ടത്, മനസ്സിലായോ? ആശങ്കയെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്രാമത്തേതാ? ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പം, നമ്മളൊക്കെ ഇടപെടുമ്പം ആശങ്കകളല്ല, സമാധാനവും ഉറപ്പും മുന്നോട്ടുള്ള പ്രത്യാശയുടെ കരുത്തും കിട്ടും. അതുകൊണ്ടാണ് ഇത് നമുക്ക് ആശങ്കയായിട്ട് നീങ്ങാൻ പാടില്ല. പക്ഷെ ആശങ്കകൾ പങ്കുവെക്കണം. ഒന്ന് അദ്ദേഹം പറയുന്നത് ഇതാണ്, അച്ഛൻ സൂചിപ്പിക്കുന്ന അത്ര വിശുദ്ധി ജീവിച്ചവരല്ലല്ലോ പല മാതാപിതാക്കളും പൂർവികരും. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിലേക്ക് വരുമ്പം നിങ്ങൾ കുറച്ച് പേര് കാണാത്തവരുണ്ട്, കേൾക്കാത്തവരുണ്ടല്ലോ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പല ചോദിച്ചതിന് ഉത്തരം. വിഷയം ഇതാണ്, മരിച്ചോർ ഉപയോഗിച്ച വസ്തുക്കൾ നാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ ചിന്തനം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നത് വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആദ്യം നിങ്ങൾ കേട്ടവർ മനസ്സിലാക്കണം. വസ്തുക്കൾ, ഭൗതിക ലോകം, നമുക്ക് ചുറ്റും ഒരുപാട്, നമ്മുടെ വീട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, കട്ടിൽ, കസേര, ഉപകരണങ്ങൾ, പറമ്പ്, അങ്ങനെ ഭൗതിക മേഖല നമുക്കുണ്ടല്ലോ. ഈ വസ്തുക്കളുടെ ഒരു അടിസ്ഥാന ശൈലി എന്താണ്? ഇവയ്ക്ക് സ്വതന്ത്ര മനസ്സില്ല, സ്വമേധയാ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. സ്വതന്ത്ര മനസ്സുള്ളത് മനുഷ്യർക്കും മാലാഖർക്കും മാത്രം നമുക്കറിയാം. അതുകൊണ്ട് ഇവർക്കും ഈ രണ്ട് കൂട്ടർക്ക് മാത്രമേ സ്വന്തമായിട്ട് ദൈവത്തോട് ചേർന്ന് കൃപ കൊണ്ടെന്നറിയാൻ, വിശുദ്ധി തെളിയാൻ, അല്ല ദൈവത്തോട് നോ പറഞ്ഞിട്ട് സാത്താൻ്റെ വഴി പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് ലേഖനം വായിച്ചപ്പോൾ വെളിപാട് 3 കണ്ടില്ലേ, ഞാൻ നിങ്ങളുടെ വാതിക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് തുറന്ന് തന്നാൽ
എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുകയാണ്, ഞാൻ നേരത്തെ പറയുന്ന കാര്യമാണ് ഇവിടെ. നമ്മൾ പെരയ്ക്കാത്ത ഒരാൾ ഇരിക്കുന്നു, അപ്പോൾ ഇത് കഥകൾ ആരാണ്ട് മുട്ടുന്നു. മുട്ട് കേട്ട് ജനാലൊക്കെ വന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇത് ദൈവം തമ്പുരാൻ പുറത്ത് നിൽക്കുക കഥക മുട്ടിക്കൊണ്ട് വിചാരിക്കുക. അത് കാണുന്ന അകത്തുള്ള ആൾ തമ്പുരാൻ കഥക മുട്ടുന്ന കണ്ടിട്ട് പറയുകയാണ്, ഇപ്പം ഇങ്ങനെ കയറ്റുന്നില്ല, അവിടെ നിൽക്ക്, ഞങ്ങൾക്ക് അത് ഉറക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ തമ്പുരാൻ എന്നാ ചെയ്യും? ഒരൊറ്റ തൊഴി കഥക പൊളിച്ച് അകത്ത് കയറിയിട്ട് അമ്പടാ അത്ര ആയോടാ എന്ന് പറഞ്ഞ് കയറി വരുമോ? വരികയല്ല, തമ്പുരാൻ അവിടെ നിൽക്കും. ദൈവത്തോട് പോലും നോ എന്ന് പറയാനുള്ള ശേഷി ഈ സ്വതന്ത്ര മനസ്സ് വഴി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുതലാണ്. അതുകൊണ്ട് മനസ്സിലായോ? ഉത്തരവാദിത്വം കൂടുതലാണ്. നമ്മൾ ദൈവത്തോട് നോ പറഞ്ഞാൽ ദൈവം മാറി നിൽക്കും. അപ്പോൾ അശ്രദ്ധമായിട്ടും അല്ല തിന്മയുടെ ചിന്തയിലോ വഴിവഴിക്കപ്പെട്ടും ഒക്കെ നമ്മൾ ദൈവത്തോട് അനേക അവസരങ്ങൾ നോ പറഞ്ഞിട്ടുണ്ട്. നോ പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്വതന്ത്ര മനസ്സ് മാലാഖമാർക്കും മനുഷ്യർക്കും മാത്രമേ ദൈവം തന്നുള്ളൂ. അവിടെ ഈ 2 കൂട്ടർ ഒഴികെ ബാക്കി ജീവജാലങ്ങൾ, ഭൂമിയിലുള്ളവർ, ജന്തുക്കൾ, മൃഗങ്ങൾ, പിന്നെ ഭൗതിക ലോകം മുഴുവനും അവയ്ക്ക് സ്വതന്ത്ര മനസ്സില്ല. അതുകൊണ്ട് എന്താണ്, അവയ്ക്ക് സ്വമേധയാ പാപത്തിലേക്ക് പോകാനോ ദൈവത്തിനെതിരെ പോകാനോ പറ്റത്തില്ല. സ്വമേധയാ സാത്താൻ്റെ പക്കലേക്ക് തങ്ങളുടെ ജീവിതങ്ങളെ തുറന്നു കൊടുക്കാനും പറ്റത്തില്ല. ഞാനിവിടെ ശുശ്രൂഷയിൽ പലപ്പോഴും പറയുന്ന കാര്യം അനുഭൂതി കാണുന്നതുമാണ്. ഈ മൃഗങ്ങൾക്കും മണ്ണിനും മരത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഫലമുണ്ടാകും. ഏറ്റവും ഫലമുണ്ടാകാൻ ബുദ്ധിമുട്ട് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്? മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. മാലാഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമില്ല, ആവശ്യമില്ല. നമുക്ക് മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക അവസരങ്ങളുണ്ട്. മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ കാര്യം? മനുഷ്യന് സ്വതന്ത്ര മനസ്സുള്ള കൊണ്ട് അവൻ മറുതലിക്കും, തുറക്കുകയല്ല, ഇങ്ങനെ ഇരിക്കും. ഓ അങ്ങനെയൊക്കെയാണോ, ഇങ്ങനെയൊക്കെ പറ്റുമോ? ഇങ്ങനെ എതിർചിന്തകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള കഥ അടയ്ക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് വരുമ്പം ഒന്ന് തുറക്കാൻ പോലും പാടാ. തുറന്നതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കല. അതുകൊണ്ട് പക്ഷേ വളരെ പെട്ടെന്ന് ഫലമുണ്ടാകുന്ന ഒരു മേഖലയാണ് ഭൗതിക മേഖലയുടെ വിശുദ്ധീകരണം. അവർ മറുതലിക്കുകയല്ല. അപ്പോൾ അതിൻ്റെ അപകടം എന്താണ്? നമ്മൾ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് മനുഷ്യരെ ഏൽപ്പിക്കുകയാണ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ആദത്തെയും പിന്നെ ഹവ്വയും അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചു. അവിടെ ഈ ഭൗതിക ലോകത്തിന് എന്തെങ്കിലും നന്മയോ തിന്മയോ പതിയുന്നുണ്ടെങ്കിൽ അതൊന്നും അവരായിട്ട് വരുത്തുന്നതല്ല, നമ്മളായിട്ട് വരുത്തുന്നതാണ്. നമ്മളെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന വ്യക്തികൾ വഴിയായിട്ട്. അവർക്ക് സമേതം ഒന്നും പറ്റുകയല്ല. നമ്മൾ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ 19-20 വാക്യങ്ങൾ ഞാൻ ആ പങ്കുവെക്കൽ പറയുന്നുണ്ടത്. ഈ സൃഷ്ടപ്രപഞ്ചം വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു, ജീർണതയുടെ അടിമത്തത്തിലാണ്. എന്നിട്ട് പറയാണ്, സ്വന്തം ഇഷ്ടത്താലല്ല, മറിച്ച് എങ്ങനെയാണ് സംഭവിച്ചത്? പ്രത്യാശ കൊടുത്ത് അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം. ഈ സൃഷ്ടപ്രപഞ്ചത്തെ പ്രത്യാശ കൊടുത്ത് അധീനമാക്കിയത് ആരാണ്? പ്രത്യാശ കൊടുത്ത് അധീനമാക്കി ആരാ? മനുഷ്യനാണ്. കാരണം മനുഷ്യനാണ് ദൈവം എല്ലാത്തിൻ്റെ മേൽ അധികാരം കൊടുത്തത്. ഉൽപ്പത്തി 1:26-ലും 28-ലും നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 1:26-ലും 28-ലും കാണുന്നുണ്ട്. നമുക്ക് ദൈവം പറയുകയാണ്, മനുഷ്യർക്ക് ഈ ഭൂമിയിൽ, ആകാശത്തിൽ, കരയിൽ, വെള്ളത്തിലുള്ള എല്ലാത്തിൻ്റെ മേലും ആധിപത്യം ഉണ്ടായിരിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ പക്കലാണ് പ്രത്യാശയുടെ സൃഷ്ടപ്രപഞ്ചം സ്വയം ഏൽപ്പിച്ച് കൊടുത്തത്. അങ്ങനെ പ്രത്യാശ കൊടുത്ത് അധീനമാക്കിയ മനുഷ്യൻ്റെ അഭീഷ്ടപ്രകാരമാണ് ഇപ്പോൾ സൃഷ്ടി കടന്ന് വിഷമിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന്, ഈ സൃഷ്ടപ്രപഞ്ചം വസ്തുക്കൾക്ക് സ്വന്തം തീരുമാനമില്ല, പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അവയ്ക്ക് എന്തെങ്കിലും ആത്മീയ നിറവോ ആത്മീയ ചോർച്ചയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആര് വഴിയാണ് ഉണ്ടാകുന്നത്? കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വഴിയാണ്. അതാണ് ഉൽപ്പത്തി 3:17 കാണുന്നത്. ആദ്യത്തെ പാപം കഴിയുമ്പം തമ്പുരാൻ വന്ന് സംസാരിക്കും. അവത്തർ പറയും, അരുതെന്ന് പറഞ്ഞ പ്രവൃത്തി സ്ത്രീയുടെ വാക്ക് കേട്ട് നീ ചെയ്തത് കൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായി. കണ്ടോ, ആരാണോ മണ്ണിൻ്റെ ചുമതല വഹിക്കുന്നത്, ആർക്കാണ് ചുമതല ഉള്ളത്, അവർ പാപം ചെയ്യുമ്പം അവരുടെ പാപത്തിൻ്റെ ഫലം ആ വ്യക്തിക്ക് മാത്രമല്ല, ആ വ്യക്തി എവിടെയായിരിക്കുന്നോ ആ മണ്ണിലും പതിയുന്നു. അപ്പം മരിച്ചുപോയവർ ഉപയോഗിച്ച
എന്ന് പറയുമ്പം അവരെങ്ങനെ ഉപയോഗിച്ചു, ഇതാണ് അവിടെ വിഷയം. അവരെങ്ങനെ ഉപയോഗിച്ചു? ദൈവത്തിൻ്റെ വചനം പാലിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ആ മണ്ണ് ഉപയോഗിച്ചെങ്കിൽ വിശുദ്ധി പതിഞ്ഞിട്ടുണ്ട്. അതല്ല, അവർ അശുദ്ധിയിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് സ്വന്തം വഴിക്ക് സാത്താൻ്റെ വഴിക്കൊക്കെ പോയിട്ടാണ് അവിടെ ജീവിച്ചെങ്കിൽ അവിടെ തിന്മ പതിഞ്ഞിട്ടുണ്ട്. അല്ലേ? അതാണ് ഉപയോഗിക്കാൻ വരുന്ന കാര്യം. അപ്പോൾ നമ്മളും നമ്മുടെ വീടുകളും, നിങ്ങൾ ഓരോരുത്തർക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന വീട്, ആ പറമ്പ്, അത് നിങ്ങൾ ജീവിക്കാൻ ആരംഭിച്ച അവസ്ഥയിലല്ല ഇപ്പം ആ വീടായിരിക്കുന്നത്. നമ്മൾ ആ വീട്ടിൽ കയറി താമസം ആരംഭിച്ചപ്പം പുത്തനായിട്ട് പണിത വീടാണെങ്കിൽ, മേടിച്ച വീടാണെങ്കിൽ, നമ്മളന്ന് ഒരച്ഛനെ, നമ്മുടെ വികാരിച്ചൻ അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിച്ച് വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച് മുറിക്കകത്തും പരിസരത്തും ചുറ്റത്തും എല്ലാം ഹോളി വാട്ടർ തളിച്ച് അങ്ങനെ വിശുദ്ധീകരിച്ചുകൊണ്ട് ആരംഭിച്ചു. അതൊരു വിശുദ്ധീകരണമാണ്. ഈ വിശുദ്ധീകരണം എന്തിനാവശ്യം വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വീട് വെഞ്ചരിപ്പ് ഇങ്ങനെ സഭയിൽ നൂറ്റാണ്ടുകളായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് വെഞ്ചരിക്കുന്നത്? കയറി താമസിക്കുമ്പോൾ എന്തെങ്കിലും ചടങ്ങ് വേണ്ടേ? ഹൗസ് വാമിങ്, ഒരു ഹൗസ് വാമിങ് ആൾക്കാരെ വിളിക്കാൻ, അപ്പം അച്ഛനെ വിളിച്ചേക്കാം, അത്ര വേണോ? ഇന്ന് പലരുമൊക്കെ വീട് വെഞ്ചരിപ്പൊക്കെ രാവിലെ അച്ഛനെ വിളിച്ച് വെഞ്ചരിച്ച് അച്ഛൻ പറഞ്ഞു വിട്ടേക്കും. പിന്നെ ആഘോഷമൊക്കെ പിന്നെയാണ്, ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയൊക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമ്മളിതിൻ്റെ എന്തിനു വേണ്ടിയാണ് ഈ വെഞ്ചരിപ്പെന്ന് മറന്നു പോകുന്നു. ഒരൊറ്റ പാപം കൊണ്ട് തന്നെ, ആദ്യത്തിൻ്റെ പാപം കൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായി. ഏശയ്യ 24, 4, 5, 6, 7 വാക്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ. ഏശയ്യ 24, 4, 5, 6, 7 വാക്യങ്ങൾ അവിടെ പറയുകയാണ്, ഭൂവാസികൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, ശാശ്വത ഉടമ്പടിക്ക് ഭംഗം വരുത്തി, അതുകൊണ്ട് ശാപം ഭൂമിയെ വിഴുങ്ങിയിരിക്കുന്നു. കണ്ടോ? ശാപം ഭൂമിയെ വിഴുങ്ങിയിരിക്കുന്നു. ആദ്യത്തിൻ്റെ ഒറ്റ പാപം കൊണ്ട് തന്നെ തിന്മ പതിഞ്ഞു. പിന്നെ ആരൊക്കെ ഈ ഭൂമിയിൽ വസിച്ചോ അവരുടെ തിന്മകൾ വഴി ശാപം വീണ്ടും പതിഞ്ഞ് വെള്ളപ്പൊക്കത്തിൽ മണ്ണെല്ലാം പറമ്പെല്ലാം വെള്ളം കമ്പിച്ച് കെട്ടിക്കിടക്കുന്ന പോലെ ശാപം കമ്പിച്ച് കവിഞ്ഞ് കയറി കിടന്നിട്ട് തീർക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോരുത്തർ താമസിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട് നമ്മൾ താമസിക്കാൻ ആരംഭിച്ച ആ ദിവസം വെഞ്ചരിച്ചായിരിക്കും ആരംഭിച്ചത്. ആ ദിവസം ഉണ്ടായിരുന്ന ആത്മീയ അന്തരീക്ഷമല്ല ഇപ്പം ആ വീടിനുള്ളത്. അന്ന് വെഞ്ചരിച്ചാരംഭിച്ചപ്പം ഉണ്ടായിരുന്ന ആത്മീയ ലെവല് ഒരു 50 ഡിഗ്രി ആയിരുന്നു വിചാരിക്കുക. 50 ഡിഗ്രി. ഇപ്പം നിങ്ങൾ വർഷങ്ങൾ അവിടെ ജീവിച്ചു. ഇപ്പം നിൻ്റെ വീടിൻ്റെ, നിങ്ങൾ ഓരോരുത്തരുടെയും വീടിൻ്റെ ആത്മീയ നിറവ് എത്ര ഡിഗ്രി ഉണ്ടാവും? 50 എന്ന് എത്ര ഡിഗ്രി ഉണ്ടാവും? 60, 70, 80 കയറ്റി എടുത്തോ? അതോ 50 എന്ന് 40, 30, 20 അങ്ങനെ താഴോട്ട് പോയോ? ഇത് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ചിന്തിച്ച് മനസ്സിലാക്കിക്കേ. കാരണം ഈ പറമ്പും വീടും സാധനങ്ങളും ന്യൂട്രലാണ്. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയല്ല. അവർക്കിത് പ്രാർത്ഥിക്കാനോ സ്വയം വിശദീകരിക്കാനോ പറ്റത്തില്ല. അതിനെ ആര് കൈകാര്യം ചെയ്യുന്നു? പർദീസ ആദത്തിന് ഹവിക്കേൽപ്പിച്ചു കൊടുത്തു. അവരുടെ ഒറ്റ പാപം കൊണ്ട് തന്നെ തമ്പുരാൻ അതുവരെയും ഉൽപ്പത്തി 1 പറയുന്നുണ്ട് 7 പ്രാവശ്യം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം തമ്പുരാൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു കമൻ്റ് ഉണ്ട്. ഏതാണത്? നന്നായിരിക്കുന്നു. 7 പ്രാവശ്യം നന്നായിരിക്കും തമ്പുരാൻ ടിക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്ത ആ മണ്ണിനെ നോക്കി പിന്നെ തമ്പുരാൻ പറഞ്ഞു, ഒറ്റ പാപം ഉണ്ടായിക്കഴിഞ്ഞപ്പം ശപിക്കപ്പെട്ടതായി. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വീട്, ആ വീട്ടിലുള്ള സകല ഉപകരണങ്ങൾ, വസ്തുക്കൾ, പറമ്പ്, ആ പറമ്പിൻ്റെ അവസ്ഥ നമ്മുടെ ഓരോ പുണ്യപ്രവൃത്തിയും വഴി കൃപ നിറഞ്ഞ് വിശുദ്ധി നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓരോ കെട്ട പ്രവൃത്തികളും വഴിയായിട്ട് തിന്മയോടെ പതിഞ്ഞിട്ടുണ്ട്. ഇതൊരു വചന യാഥാർത്ഥ്യമാണ്. ഉപയോഗിക്കുമ്പോൾ വസ്തുക്കൾ കൊണ്ടാകുന്ന അവസ്ഥ ഇത് കെട്ടുകഥയൊന്നുമല്ല, തോന്നലൊന്നുമല്ല. ഈ യൂട്യൂബിലെ കമൻറ്റിൽ ചില ആൾക്കാർ അച്ഛൻ ചുമ്മാ അന്ധവിശ്വാസം പറഞ്ഞ് പഠിപ്പിക്കുക, അച്ഛൻ ചുമ്മാ അന്ധവിശ്വാസം ആൾക്കാരെ പേടിപ്പിക്കുക. എന്നതായി പറയുന്നത്? ഞാനീ പറയുന്നത് എൻ്റെ കാര്യമല്ല, വചനത്തിലേക്ക് നോക്കിക്കോ. സഭയെ നൂറ്റാണ്ടുകളായിട്ട് വീട് വെച്ചിരിപ്പുണ്ട്. എന്തിനു വെച്ചിരിക്കുന്നതാ? ഈ അടിസ്ഥാനപരമായിട്ട് മണ്ണ് ശപിക്കപ്പെട്ടതായിട്ട് മാറി. അതല്ലേ യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്.
ഉണ്ടോ? ലോകം മുഴുവൻ ദുഷ്ടശക്തി വലയത്തിലാണ്. അതുകൊണ്ട് സാത്താൻ്റെ ഒരു മറു പേരാണ് ഈ ലോകത്തിൻ്റെ അധികാരി, ഈ ലോകത്തിൻ്റെ അധികാരി, ഈ ലോകത്തിൻ്റെ പ്രമാണി. അത്രമാത്രം ഈ ലോകത്തിൽ സാത്താൻ്റെ പാപ ഇംപ്രിൻറ്റിങ് പതിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി നമ്മളായിട്ട് പതിഞ്ഞ് കിടക്കാൻ തിന്മ നമ്മുടെ വീട്ടിൽ നമ്മൾ ചിന്തിച്ചു, ഞാൻ സൂചിപ്പിച്ചു. അതേപ്പറ്റി നിങ്ങൾക്കൊരു അസസ്മെൻറ്റ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും, നല്ലതാണ്. മനസ്സുകൊണ്ട് നിങ്ങളൊന്ന് ഒരു മാർക്കിട്. നിങ്ങൾ വീട് വെഞ്ചരിച്ച് താമസം ആരംഭിച്ചപ്പം ഒരു 50 ഡിഗ്രി വിശുദ്ധി ഉണ്ടായിരുന്നു എൻ്റെ വീടിന്, വീട്ടു ഉപകരണങ്ങളൊക്കെ എന്ന് ചിന്തിക്കുക. അതേന്ന് ഇപ്പോൾ എത്ര വർഷം അവിടെ ജീവിച്ചു? ഇത്രയും വർഷങ്ങളെ കൊണ്ട് എൻ്റെ വീടിൻ്റെ ആത്മീയ അന്തരീക്ഷം വിശുദ്ധിയിൽ കയറി വന്നോ അശുദ്ധിയിലേക്ക് ചോർന്നു പോയോ? ഇപ്പോൾ അതിൻ്റെ ഒരു ഡിഗ്രി ഞാൻ ഇട്ടാൽ, സ്കോർ ഇട്ടാൽ എത്രയായിരിക്കും? മനസ്സുകൊണ്ടൊന്ന് സ്കോർ ഇട്ടേ ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇട്ടോ? ഇട്ടോ? മനസ്സുകൊണ്ട് സ്കോർ ഇട്ടോ? എത്രയാണെന്നുള്ളത് അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. നമുക്കതിൽ നിന്ന് കയറ്റിയെടുക്കാൻ പറ്റണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനി മരിച്ചവർ നമുക്കിത് കയറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ജീവിച്ചിരിക്കുന്നവരാ, നമ്മുടെ സമയം തീർന്നിട്ടില്ല. എപ്പം വേണേ തീരാം, എപ്പം വേണേ തീരാം. ഈ റോമ 8:19-20 ഞാൻ പറഞ്ഞില്ലേ, ആ 19 ആരംഭിക്കുന്നത് എങ്ങനെയെന്നറിയാവോ? സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇത് മറക്കരുത്. എന്തിനാണ് ഇപ്പോൾ സൃഷ്ടപ്രപഞ്ചത്തെ ഒരു വ്യക്തിയായിരുന്നല്ലോ എന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയായിരുന്നല്ലോ എന്ന പോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്തിന്? ദൈവമക്കൾ വെളിപ്പെടാൻ. അങ്ങനെ ദൈവമക്കൾ വെളിപ്പെട്ടിട്ട് പ്രപഞ്ചത്തിന് എന്നാ കിട്ടാൻ പോകുന്നത്? എന്താ കിട്ടാൻ പോകുന്നത്? എന്തുകൊണ്ടാണ്? ആ 19, 20, 21, 22 വാക്യങ്ങളിൽ 4 പ്രാവശ്യം ഒരേ കാര്യം പല വാക്കുകളിൽ ആവർത്തിക്കുന്നുണ്ട്. വചന വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രമാണം പോലെ, മാനദണ്ഡം പോലെ പറയുന്നതാണ്. ഒരേ ചിന്ത തന്നെ ചില ഭാഗത്ത് ആവർത്തിച്ച് പല രീതിയിൽ അവതരിപ്പിക്കുമ്പം ആ ചിന്തയുടെ പ്രാധാന്യമാണ് പരിശുദ്ധാത്മാവ് അടിവരയിട്ട് തരുന്നത്. അപ്പം ഇവിടെ ഈ 19, 20, 21, 22 4 വാക്യങ്ങളിൽ 4 പ്രാവശ്യം ഈ സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ജീർണതയുടെ അടിമത്തത്തിലാണ്, വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ടിരിക്കുന്നു, ഈറ്റുനോവ് അനുഭവിച്ച് കാത്തിരിക്കുന്നു, നെടുവീർപ്പിടുന്നു. 4 വാക്യങ്ങൾ സ്വസ്ഥതയില്ലായ്മയിലാണെന്നർത്ഥം. സ്വസ്ഥതയില്ലായ്മയിൽ എന്തു പറ്റി? പ്രത്യാശ കൊടുത്ത് അധീനമാക്കിയവർ അതിനെ അഴുക്കാക്കി. അത് അന്ന് ഇന്ന്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും വീടുകൾ, നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിലെ ഉപകരണങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള പറമ്പ് ഇപ്പോൾ ഈറ്റുനോവ് അനുഭവിച്ച് നെടുവീർപ്പിട്ട് കാത്തിരിക്കുകയാണ്. എന്താണ്? ഈ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ ഈ കുടുംബനാഥ ഇവിടുത്തെ ആൾക്കാർ ദൈവമക്കളാകാൻ. എന്താ അതുവഴി കിട്ടാൻ പോകുന്നത്? ആ വീടിൻ്റെ അശുദ്ധി മാറും. ഭരണങ്ങാനത്ത്, ഒല്ലൂര്, രാമൂരത്തൊരു ദൈവമകൻ ദൈവമകൾ വെളിപ്പെട്ടു. അപ്പോൾ എന്നെ സംഭവിച്ചു? ഭരണങ്ങാന ദൈവമകൾ വെളിപ്പെട്ടു. അപ്പോൾ എന്നെ സംഭവിച്ചത്? ആ ദൈവമകൾ കടന്ന കട്ടിൽ വിശുദ്ധമായി അവിടെ ചില്ലിട്ട് വെച്ചിരിക്കുന്നു. ആ മുറി വിശുദ്ധമായി, ആ മുറി മുഴുവനും അടവാക്കി വെച്ചിരിക്കുന്നു. വിശുദ്ധ സ്ഥലമാണ്. കപടിഞ്ഞ കല്ലറ വിശുദ്ധമായിരിക്കുന്നു. ജീവിച്ച മുട്ടിയറ വീട്, പിറന്ന കുടമാളൊരു വീട് എല്ലാം വിശുദ്ധമായി. ആ വീടുകൾ, ആ പറമ്പുകൾ, ആ മണ്ണ്, ആ വീട്ടിലെ കട്ടിലും കസേരയും എല്ലാം ഇപ്പോൾ പറയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു. അവർ ഈറ്റുന്നവ അനുഭവിക്കുന്നില്ല, അവർ നെടുവേർപ്പെടുന്നില്ല, അവരിങ്ങനെ വിഷമിച്ച് കാത്തിരിക്കുകയല്ല, അവർ വിടുതൽ പ്രാപിച്ചു. ദൈവിക ചൈതന്യം നിറഞ്ഞ് എന്നുവെച്ചാൽ സാത്താൻ അതിർവേണ്ടുള്ള അവകാശം തീർന്ന് കിട്ടി അവർ ആനന്ദിക്കുകയാണ്. ഇങ്ങനെ ആനന്ദിക്കാനുള്ള അവകാശം നമ്മൾ ഓരോരുത്തരും വീടിനുണ്ട്, നമ്മൾ ഓരോരുത്തരും പറമ്പിനുണ്ട്. അതിനുവേണ്ടി ആ സൃഷ്ടപ്രപഞ്ചം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ളത് ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു. എന്നാണ് ഈ കാത്തിരിപ്പ് തീരുക? എന്നാണ് ഈ കാത്തിരിപ്പ് തീരുക? നമ്മൾ ദൈവമക്കളാകുമ്പം. അത് നമ്മൾ എത്രയും വേഗം ചെയ്യണം. അപ്പോൾ മരിച്ചവരുടെ അവസ്ഥ എന്താണ്? അവർ ജീവിച്ച കാലത്ത് ഇങ്ങനെ വിടുതലിലേക്ക് ആ വസ്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം പോലെ എബ്രാസ്യാമ, മറിയം ത്രേസ്യ അവരെ പോലെയൊക്കെ അവരത് ദൈവമക്കളായിട്ടാണ് കടന്നു പോയതെങ്കിൽ അവർ ശേഷിപ്പിച്ചിട്ട് പോയിരിക്കുന്ന വീടും ആ വസ്തുക്കളും പറമ്പും ഒക്കെ ഇന്ന് വിശ്വസ്ത സ്ഥലങ്ങളാണ്. അവിടെ ശരീരത്തിൻ്റെ ശേഷിപ്പുകൾ തിരുശേഷിപ്പുകളാണ്.
നമ്മൾ മരിച്ച് കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ ശേഷിപ്പിക്കുന്ന ശരീരത്തിൻ്റെ ശേഷിപ്പുകൾ തിരുശേഷിപ്പായിരിക്കുമെന്ന് ഉറപ്പ് നമുക്കുണ്ടാവണം. എത്ര പേർക്കുണ്ട് ഉറപ്പ്? ഞാൻ കൈവക്കാൻ പറയുന്നില്ല. എത്ര പേർക്കുണ്ട് ഉറപ്പ്? ഞാൻ കൈവക്കാൻ പറയുന്നില്ല. ഞാൻ മരിച്ച് അടക്കി എൻ്റെ അസ്ഥിക്കുഴിയിൽ കിടക്കുന്ന അസ്ഥികൾ തിരുശേഷിപ്പായിട്ട് കിടക്കണം. ഞാനിരുന്ന കസേരയും കിടന്ന കട്ടിലുമൊക്കെ ആ സഭ ഇങ്ങനെ ചില്ലുകൂട്ടിട്ട് വെച്ചോ ഇല്ലെന്നുള്ള വേറെ കാര്യം, അത് നമ്മുടെ വിഷയമല്ല, ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷേ ഞാൻ കിടന്ന കട്ടിൽ, ഞാൻ ഇരുന്ന കസേര, ഞാൻ പെരുമാറിയ ആ വീട്ടിൽ പിന്നെ ആര് വന്ന് കയറിയാലും അവർക്ക് ആ വസ്തുക്കൾ വഴിയായിട്ട് ദൈവിക ചൈതന്യം കിട്ടണം. ഉറപ്പാണോ? കിട്ടണം. അത് ഉറപ്പാക്കണം. ഏലീശയുടെ അസ്ഥി അവിടെ ആ ശവപ്പറമ്പിൽ ചെതറിക്കടന്നു ഇല്ലേ? എവിടെ നമ്മൾ വായിക്കുന്നത്? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായം 19, 20 വാക്യങ്ങൾ വായിക്കുമ്പം ഏലീശ മരിച്ചടക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അസ്ഥി അവിടെ കിടക്കുന്നു. അവിടെ പുതിയൊരാളെ മരിച്ചപ്പോൾ അടക്കാൻ വേണ്ടി കൊണ്ടുചെന്നപ്പം കുഴിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ അസ്ഥി അവിടെ ഒരുപക്ഷെ പുറത്ത് വന്നു. അപ്പോൾ ഈ അടക്കാൻ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ സംഭവിച്ചേ, കുറേ അക്രമികൾ അവിടെ പാത്തിരുന്നു, എന്നിട്ട് ചാടി വീണു. അപ്പോൾ ഈ അടക്കാൻ കൊണ്ടുപോയ ആൾക്കാർക്ക് ശരിക്കും അടക്കാൻ ആക്രമണ കാരണം സമയം കിട്ടുന്നില്ല, മൃതശരീരം തിരിച്ചു കൊണ്ടുപോകാൻ മനസ്സില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് കുഴി ഇട്ടിച്ചിട്ട് അവർ ഓടി. അപ്പോൾ അവിടെ പറയുകയാണ് 2 രാജാക്കന്മാർ 13-ന്റെ 19, 20 നിങ്ങൾ വായിച്ചിട്ടെടുത്ത് വായിക്കണം. ആ ഏലീശയുടെ അസ്ഥിയെ തൊട്ടപ്പോൾ മൃതശരീരം ജീവൻ പ്രാപിച്ചു. കണ്ടോ? ജീവൻ പകരുന്ന ജീവൻ ദൈവത്തിൻ്റെതാ. ദൈവം ബന്ധപ്പെട്ടാലും ജീവനാ. ഞാനാണ് വഴി, സത്യവും ജീവനും. തമ്പുരാൻ്റെ വചനം ജീവൻ്റെ വചനം, ജീവൻ്റെ അപ്പം, ജീവൻ്റെ ആത്മാവ്. നമുക്കറിയാം ജീവൻ പകരാനുള്ള ശേഷി അസ്ഥിക്കുണ്ടായിരുന്നു. എങ്ങനെ വന്നു? ഈ തൻ്റെ മാസ്റ്ററായ ഗുരുവായ പിതാവായ ഏലിയായുടെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് ഏലീശ വാങ്ങിച്ചെടുത്ത ആളാ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണാം, ആഗ്രഹിച്ചു. ആ പ്രവാചകൻ്റെ മരണസമയമായപ്പോൾ പുറകെ നടക്കുകയാണ്, കെഞ്ചി നടക്കുകയാണ്. എനിക്ക് ഇരട്ടി പങ്ക് കിട്ടണം, അങ്ങേലും അഭിഷേകത്തിന് ഇരട്ടി പങ്ക് എനിക്ക് കിട്ടണം. ഏലിയ പറഞ്ഞു, മകനെ, വിഷമമായ കാര്യം, ദുഷ്കരമായ കാര്യമാണ് ഞാൻ ആഗ്രഹിച്ച് ചോദിക്കുന്നത്, എങ്കിലും നോക്കിക്കോ. അങ്ങനെ പുറകെ നടക്കുകയാണ്. ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കണ്ടാൽ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഉറക്ക വിളച്ച് കണ്ണടയ്ക്കാതെ പിതാവിൻ്റെ പുറകെ നടന്ന് പല ദേശങ്ങളിൽ പോകുന്നുണ്ട്, പുറകെ നടക്കുന്നു. ഏലിയ അഗ്നിത്തിൽ എടുക്കപ്പെടുമ്പോൾ എലീശ വിളിച്ചു, പിതാവേ, ഞാൻ കാണുന്നുണ്ടെന്ന് വിളിച്ചു, പിതാവേ എന്ന് വിളിച്ചു. അപ്പോഴേ ആ പ്രവാചകൻ്റെ മേലങ്കി താഴേക്ക് വീണു. അതിങ്ങനെ എടുത്തു എന്നാണ്. അതും അത് ഇരട്ടിപ്പങ്ക് അഭിഷേകമായി. അങ്ങനെ ജീവിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് അസ്ഥി കിടക്കുന്നിടത്ത് പോലും ജീവൻ പോയ മൃതശരീരം പോലും എണീറ്റ് വരികയാണ്. ശകമുള്ളവരെ തിരുശേഷിയോട് പറയുമ്പോൾ അറിയാമല്ലോ, 3 ഗ്രേഡുണ്ട്. ശരീരത്തിൻ്റെ നേരിട്ടുള്ള ശേഷിപ്പ്, അസ്ഥി, മണ്ണ് കഴിഞ്ഞിട്ട് മണ്ണ് എ ഗ്രേഡ്. ബി ഗ്രേഡ് എന്താണ്? ആ വ്യക്തി നേരിട്ട് ഉപയോഗിച്ച കട്ടിൽ, കസേര, മുറി, പെരുമാറി, വീട്, പറമ്പ്, അത് ബി ഗ്രേഡ് തിരുശേഷിപ്പാണ്. ഇനി ഈ എ ഗ്രേഡോ ബി ഗ്രേഡോ ആയിട്ട് സമ്പർക്കപ്പെടുത്തുകയെങ്കിലും ചെയ്ത ഏതൊരു വസ്തുവും സി ഗ്രേഡ് തിരുശേഷിപ്പാ. സഭ പഠിപ്പിക്കുന്നതാ, സഭയുടെ പ്രബോധനമാണ്. അപ്പം നമ്മൾ പോയി കഴിയുമ്പോൾ, നമ്മൾ മരിച്ചു പോയി കഴിയുമ്പം നമ്മുടെ സിമിത്തേരി കിടക്കുന്ന നമ്മുടെ അസ്ഥികളെ പറ്റി മാത്രമല്ല ചിന്തിക്കേണ്ടത്. സിമിത്തേരി കിടക്കുന്ന നമ്മുടെ അസ്ഥികളെപ്പറ്റി മാത്രമല്ല ചിന്തിക്കേണ്ടത്. പിന്നെ എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വീട്ടിൽ ശേഷിപ്പിച്ചിട്ട് പോയിരിക്കുന്ന കസേര, കട്ടിൽ, ആ പെര, അതേപ്പറ്റി ചിന്തിക്കണം. ഞാൻ അവിടെ എന്ത് പതിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്? ഇതുമായി എല്ലാ കഥകളാണെങ്കിൽ സഭ എന്തിനാണ് ഈ പറഞ്ഞ വിശുദ്ധ സ്ഥലങ്ങൾ, അൽഫോൻസാമ്മ, എബ്രാസ്യാമ്മ, അല്ലെങ്കിൽ മറിയം ത്രേസ്യ, കുഞ്ഞച്ചന്, അല്ലെങ്കിൽ ചാവറപ്പിതാവ്, ഈ വ്യക്തികൾ, എല്ലാ വിശുദ്ധരുടെ ജീവിതം ബന്ധപ്പെട്ട് സഭ എന്തിനത് പഠിപ്പിക്കുന്നത്? എന്തിനാണ് ആ വിശുദ്ധങ്ങൾ സംരക്ഷിക്കുന്നത്? അവിടേക്ക് തീർത്ഥാടനം നടത്തുന്നത്? അതിന് അനുഭവം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ സഭയുടെ പ്രബോധനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, സഭയുടെ നിയമങ്ങളും ആചാര അനുഷ്ഠാനം ചിന്തിക്കുമ്പം പല ആചാര അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ സഭയിലെ പിതാക്കന്മാർ പരിശുദ്ധാത്മ നിവേശനം കിട്ടിയിട്ട് ദൈവശാസ്ത്രപരമായ അടിത്തറയിട്ട് അവർ രൂപം കൊടുത്ത കർമ്മവിധികളുണ്ട്. ഇപ്പോൾ കുർബാനക്രമം, ഈശോ പറഞ്ഞ കുർബാന അർപ്പണം, അപ്പവും വെഞ്ഞുമെടുത്ത് ഒറ്റ വാക്യം പറഞ്ഞ് വാങ്ങി ഭക്ഷിക്കാൻ മുറിച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിനെ ആചാരത്തിന് ആദരവോടെ വിശുദ്ധമായ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ചുകൊണ്ട് പിതാക്കന്മാർ അത് അനുഷ്ഠിച്ച് വന്നപ്പം രൂപം കൊണ്ടുവന്ന രീതിയാണ് കുർബാന അർപ്പണ രീതി. പല റീത്തുകളൊക്കെ
അപ്പം അതിൻ്റെ പുറകിലൊക്കെ ദൈവശാസ്ത്രപരമായ ബോധ്യങ്ങളും ന്യായങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. സഭയിൽ രൂപപ്പെട്ട് വന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേക രൂപപ്പെടലില്ലാതെ സാധാരണ വിശ്വാസികളുടെ, സാധാരണ മനുഷ്യരുടെ അനുദിന അനുഭവത്തിൽ പൊങ്ങി വന്നത് സഭ അതേപടി സംരക്ഷിച്ച് ഒന്ന് വിശദീകരിച്ച് തന്നിരിക്കുന്ന മേഖലകളുണ്ട്. അത് പ്രധാനപ്പെട്ട ഒന്നാണ് തിരുശേഷിപ്പുകൾ ആർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. സഭയെ അടിവരയിട്ടിരിക്കുക. അതിൻ്റെ മനോഹരമായ അടയാളമാണ് ഇന്നൊരു വ്യക്തിയെ വിശുദ്ധ പ്രഖ്യാപിക്കണമെങ്കിൽ എന്തെല്ലാം ബാക്കി സഭയുടെ പഠനങ്ങളും പരിശോധനകളും വിചാരണ എല്ലാം നടത്തി സാക്ഷിപ്പ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആ തിരുശേഷിപ്പ് വഴി, ആ വ്യക്തിയുടെ മാധ്യസ്ഥം വഴി ഒരു വിശദീകരിക്കാൻ മേലാത്ത അത്ഭുതകരമായ സംഭവം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായെങ്കിലേ സഭ ഒരു വ്യക്തിയെ വിശുദ്ധൻ പ്രഖ്യാപിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ മധ്യസ്ഥം വഴി അത് പലപ്പോഴും കബറിടം തിരുശേഷി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് സഭ കൊടുത്തിട്ട് പ്രാധാന്യം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, യൂദാസിൻ്റെ അസ്ഥിയെപ്പറ്റി ചിന്തിക്കണം. ഞാനിത് ടോക്കിനകത്ത് പറഞ്ഞു, ഇത് വളരെക്കും വല്ലാത്ത അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. യൂദാസിൻ്റെ അസ്ഥി, ഇവിടെ ഏലീഷായുടെ അസ്ഥി തിരുശേഷിപ്പായിട്ട് കിടക്കുന്നെങ്കിൽ യൂദാസിൻ്റെ അസ്ഥി ആ മരത്തിൻ്റെ തൂങ്ങിച്ചെത്ത മരത്തിൻ്റെ ചുവട്ടിൽ ചെതറിക്കിടക്കുന്നിടത്ത് ആ അസ്ഥിയിൽ എന്തെങ്കിലും പവറുണ്ടോ ഇല്ലയോ? ഇതേപ്പറ്റി ചിന്തിക്കാൻ അനേക തയ്യാറല്ല. ഞാൻ അതിനൊരു പേര് പറഞ്ഞു, ദുർശേഷിപ്പ്. അനേകർ മറുപടി കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. അറിവില്ലായ്മ ചിന്തിക്കുന്നില്ലാത്ത കൊണ്ടാണ്. അച്ഛൻ ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? തിരുശേഷിപ്പ് എത്ര പാവനമായൊരു ഓർമ്മയാണ്, ഒരു പാരമ്പര്യമാണ്. അതിന് ബദലായിട്ട് ഇപ്പോൾ ദുർശേഷിപ്പിനെ കൊണ്ടുവരികയാണോ? അച്ഛൻ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഇത് കലക്കം ഉണ്ടാക്കുന്നില്ലേ, ആശങ്ക ഉണ്ടാക്കുന്നില്ലേ? നമുക്കിത് കേൾക്കുമ്പോൾ എന്തിനാ കലക്കം? നമ്മൾ ഈ ദുർശേഷിപ്പുകളെന്ന് തിരുശേഷിപ്പ് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അതിന് A-B-C ഗ്രേഡ് ഉണ്ടെങ്കിൽ സഭ പഠിപ്പിക്കുന്നു. അതിനുപരി നമ്മുടെ അനുദിന അനുഭവം, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഏലീഷയുടെ അസ്ഥികളുടെ പരാമർശം മുതൽ ഇങ്ങോട്ട് അനുഭവമാണെങ്കിൽ, ഇന്ന് വരെ അത് അനുഭവമാണെങ്കിൽ, ഇതിന് മറുവശം എന്താ നമുക്ക് ചിന്തിക്കാൻ വിഷമം? യൂദാസ് കറിയാത്തയുടെ അസ്ഥി തറ കിടക്കുന്നിടത്ത് ആര് എന്താ നമ്മൾ പ്രാർത്ഥിക്കാത്തത്? അവിടെ പോയി മുട്ടുകൊത്താത്തത്? പത്രോസിൻ്റെ അടയ്ക്ക് കല്ലറയെങ്കിലും പ്രാർത്ഥിക്കുന്നു. പത്രോസിൻ്റെ ബസിലിക്ക അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. യൂദാസിൻ്റെ അവിടെ എന്താ ബസിലിക്ക ഉണ്ടാക്കാത്തത്, അങ്ങോട്ട് തന്നെ പോകാത്തത്? അതേപറ്റി പ്രസംഗിച്ചപ്പോൾ അപ്പസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 15, 16, 17 വാക്യങ്ങൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവൻ്റെ ഭവനം പരിത്യക്തവും ശൂന്യമായി തീരട്ടെ എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. പരിത്യക്തവും ശൂന്യമായ സ്ഥലം എന്തുകൊണ്ട് ശൂന്യമായി? ആ സ്ഥലം കൊള്ളുകയല്ലെന്നായി. ആ കിടക്കുന്ന അസ്ഥികളിൽ ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പം ചെയ്ത കർമ്മങ്ങളുടെ, ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പം തന്നിലേക്ക് എടുത്ത അരൂപിയുടെ സാന്നിധ്യം ഇംപ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രസരിക്കുകയാണ്. അവിടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല. ഭവനം പരിത്യക്തവും ശൂന്യമായി കിടക്കുന്നു. ഇത് യൂദാസിൻ്റെ സ്ഥലത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഭവനങ്ങൾ ദൈവികമായ ചൈതന്യം കൊണ്ട് നിറയ്ക്കാൻ ജാഗ്രത എടുക്കുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുകളും ഒരു കാലഘട്ടത്തിൽ പരിത്യക്തവും ശൂന്യമാകാം, ജീവിക്കാൻ മേലാത്തതാകാം. ഹോണ്ടഡ് ഹൗസുകളെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, വായിച്ചിട്ടില്ലേ? എല്ലാ നാടുകളിലും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ ഹോണ്ടഡ് ഹൗസസ് അത് പറഞ്ഞാൽ ഒത്തിരി വീഡിയോയും കാര്യങ്ങളൊക്കെ ആണ്, അതും കൂടെ നോക്കണ്ട. റിയൽ കേസസ് ഓഫ് ഹോണ്ടഡ് ഹൗസസ്. ആൾക്കാരിങ്ങനെ കഥ പറയുന്നതൊക്കെ ഉണ്ട്. ഇതേപ്പറ്റി ഞാൻ ധ്യാനത്തിന് പറയാറുണ്ട്. ഒരു ടെസ്റ്റ് നടത്തിയ സംഭവം ഞാൻ ഈ യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട്. കോളിൻ വിൽസൺ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തൻ്റെ പുസ്തകത്തിൽ മിസ്റ്ററീസ് 78 ഇറക്കിയ പുസ്തകമാണ്. അതിൽ പങ്കുവെക്കാണ് ഇങ്ങനെ ഒരു അമേരിക്കയിലുള്ള ഒരു സൈക്കിക് റിസർച്ച് ഫൗണ്ടേഷനിലെ ഒരു ഡോക്ടർ റോബർട്ട് മോറിസ് ഒരു ഹോണ്ടഡ് ഹൗസിനെ പറ്റി കേട്ടു. കെൻറ്റുക്കി എന്ന സ്ഥലത്ത് അദ്ദേഹം ആ വീട്ടിൽ പരീക്ഷണം നടത്തുന്നുണ്ട്. ആരെങ്കിലും കേട്ട് ഓർമ്മിക്കുന്നുണ്ടോ? എന്താ പരീക്ഷ നടത്തുന്നത്? ഒരു വീട് ജീവിക്കാൻ കൊള്ളാത്തതായിട്ട് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. ആ വീട്ടിൽ നേരത്തെ താമസിച്ചിരുന്ന ആൾക്കാരുടെ കാലത്ത് എന്തോ ദുർമരണങ്ങളുണ്ടായി. ദുർമരണം ഉണ്ടായതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആൾപ്പാർപ്പില്ല, ഇങ്ങനെ കിടക്കുകയാണ്, ആർക്കും വേണ്ട. ഇവർ 4 ജീവികളെ കൊണ്ടുപോകുന്നത്, എലി, പൂച്ച, പട്ടി, പാമ്പ്, 4 ജീവികളെ പാമ്പിനെ കൊണ്ടുവന്നിരിക്കും കൊണ്ട് ഈ വീടിനകത്തൊരു ചുമ്മാ കയറി ചുമ്മാ ഒന്നും അറിയാത്ത പോലെ 3-4 പേര് ഒരു കയറി നടക്കുന്നു. ഈ ജീവികളെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കുകയാണ്, ഈ 2 മുറികൾ, ഈ 2 മുറികളെ പറ്റിയാണ് ദുർമരണം പറയുന്നത്. ആ മുറികളിലേക്ക് വന്നപ്പം അതുവരെ ശാന്തമായിട്ടിരുന്ന ഈ 4 ജീവികൾ 3 എണ്ണം റിയാക്ട് ചെയ്യാൻ തുടങ്ങി, അസ്വസ്ഥപ്പെടുന്നു. പാമ്പ് ഇങ്ങനെ കിസ് ചെയ്യുന്നു, പട്ടി പുറകോട്ട് വലിയുന്നു, എത്ര വെച്ചിട്ടും കയറുന്നില്ല. എലി മാത്രം മാറ്റം കാണിച്ചെന്ന് പറയുകയാണ്. അവർ ചില പഠനം നടത്തുകയാണ്. ഒരു ഡോക്ടർ റോബർട്ട് മോറിസ്
ഇതൊരു ചരിത്ര സംഭവമാണ്, പഠനമാണ്, ഒരു സൈക്കിക് ആയിട്ടുള്ള പരീക്ഷണം ടെസ്റ്റ് നടത്തുന്നതാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഈ 2 മുറിയിലെ അന്തരീക്ഷം പോലെയല്ല മറ്റു മുറിയിലെ അന്തരീക്ഷം. ഈ 2 മുറിയിലെ അന്തരീക്ഷം കെട്ടതാണ്. ഈ ജീവികൾ ഇവിടെ കയറാൻ തോന്നുന്നില്ല, കയറാൻ പറ്റുന്നില്ല, അവർ മാറുകയാണ്. ഇതാണ് ഈ ഏശയ്യ 24 ഞാൻ സൂചിപ്പിച്ചതായ 5-6 വാക്യം പറയാണ്, അങ്ങനെ ശാപം ഒരു ഭൂമിയെ വീടിനെ വിഴുങ്ങിയാൽ ഭൂവാസികൾ ദഹിച്ചു തീരും. ഭൂവാസികൾ ദഹിച്ചു തീരും. ചുരുക്കം പേര് മാത്രം അവശേഷിക്കുന്നു. ചുരുക്കം പേര് അവശേഷിക്കുന്നതിൽ ഭൂരിഭാഗം പേര് ദഹിച്ചു തീരുന്നു. എങ്ങനെ? ആ വീട്ടിൽ നിവസിച്ച ആൾക്കാർ കൽപ്പന ലംഘിച്ച് തിന്മ പതിപ്പിച്ചു, എന്നിട്ട് അവർ കടന്നുപോയി. അങ്ങനെ പതിഞ്ഞു കിടക്കുന്ന തിന്മ അവിടെ തിരിച്ച് പ്രസരിക്കുകയാണ്, പ്രസരം പോലെ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ആറ്റം ബോംബിട്ടു, അറ്റമിക് പ്രസരണം. ഇപ്പോഴും ആ നാടുകളിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ രോഗങ്ങൾ, കെടുതികൾ തലമുറകൾ കഴിഞ്ഞിട്ട് അനുഭവപ്പെടുക. കാരണം ആ മണ്ണ് മുഴുവൻ ആറ്റമിക് ഈ വികരണം കൊണ്ട്, അണുപ്രസരണം കൊണ്ട് നിറഞ്ഞു കിടക്കുക. അതിങ്ങനെ പ്രസരിച്ചിട്ട് അതിനേറ്റ് കോശങ്ങൾ കേടുവരിക, രോഗങ്ങൾ പിടിക്കുന്നു, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ രോഗാവസ്ഥ വരുന്നു എന്ന് പറഞ്ഞൊരു തിന്മ പതിഞ്ഞു കിടക്കുന്ന മണ്ണിനെ തിന്മ പ്രസരിക്കുകയാണ്. അതേറ്റ് ഭൂവാസികൾ ദഹിച്ചു തീരുന്നു. ഇതെൻ്റെ വാക്കുകളല്ല, ദൈവവചനമാണ്. നമ്മൾ നമ്മുടെ വീട്ടിലെ പറമ്പിൽ തിന്മ പതിച്ചാൽ ആ തിന്മ അവിടെ പതിഞ്ഞു കിടക്കും, അത് പിന്നെ മാറുന്നില്ല. അതാണ് നമ്മളെല്ലാം ആരെങ്കിലും മാറ്റാത്തിടത്തോളം കാലം, പതിച്ചവരാകട്ടെ അല്ലാത്തവരാകട്ടെ, അത് മാറ്റാത്തിടത്തോളം കാലം ആ തിന്മയുടെ പതിഞ്ഞു കിടക്കും. എന്നിട്ട് ആ തിന്മ പ്രസരണം വരും. അവിടെ താമസിക്കുന്ന വ്യക്തികൾ അതിൻ്റെ തിന്മ ഏറ്റ് അവർ, വചനം പറഞ്ഞ വാക്കാണ്, ദഹിച്ചു തീരും. ഇങ്ങനെ ദഹിച്ച് രോഗങ്ങൾ, തീരാവ്യാധികൾ, ദാമ്പത്യ തകർച്ചകൾ, വേണ്ടാത്ത ദുശീലങ്ങൾ, നിയന്ത്രിക്കാൻ മേലാത്ത അവസ്ഥകൾ, മാരക രോഗങ്ങൾ, മരണം പോലും ഉണ്ടാകുന്ന പല സംഭവങ്ങൾ സ്നേഹമുള്ള സഹോദരരെ, എൻ്റെ എളിയ പൗരോഹിത്യ ജീവിതത്തിലെ ഈ ചുരുങ്ങിയ കാല ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ യൂട്യൂബിൽ മറ്റു കാര്യം പങ്കുവെക്കുന്നത്. ഇതാരും പറയുന്നില്ലായിരിക്കും, ശരിയാ, ഇത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ കാര്യം പങ്കുവെച്ചുകൊണ്ട് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ പല ആൾക്കാർ, ഒരു 3-4 പേര് കൃത്യം സംഭവങ്ങൾ അതിന് അടിയിട്ടിട്ടുണ്ട്. അച്ഛാ, ഇത് ഇതേപടി എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. മരിച്ചവരുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ, സാധനങ്ങൾ വെച്ചതിൻ്റെ, ഫോട്ടോ വെച്ചതിൻ്റെ പോലും. മരിച്ചവരുടെ ഫോട്ടോ ഒന്നും വീട്ടിൽ വെക്കരുതെന്നല്ല അച്ഛനെ പറയുന്നത്, മരിച്ചവർ സാധനം ഒന്നും ഉപയോഗിക്കരുതെന്നല്ല. ഞാൻ ആ വീഡിയോ പറയുന്നത് ഇതുണ്ട്. ഈ കുരിശുരൂപം കണ്ടോ? ഇതൊരു വെണ്ടൻ കുരിശുരൂപമാണ്. ഇത് ഈ കുരിശുമല ആശ്രമത്തിലുണ്ടായിരുന്ന എൻ്റെ ആത്മീയപിതാവായ മരിയദാസച്ചൻ വർഷങ്ങൾ ഉപയോഗിച്ചിരുന്ന കുരിശുരൂപമാണ്. അച്ഛൻ്റെ ജീവിതം അവസാനമാകാറായപ്പോൾ അച്ഛൻ ഒരിക്കലും എന്നെ പറഞ്ഞു, ഇത് അച്ഛൻ്റെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് കിട്ടിയതാണ് പഴയൊരു വെണ്ടൻ കുരിശുരൂപം. അച്ഛൻ ഉപയോഗിച്ചതാ. അപ്പോൾ ഈ വീഡിയോ കണ്ട് പലരും ചോദിക്കും, അപ്പോൾ മരിച്ചവർ ഉപയോഗിച്ച് ഒരു സാധനം ഉപയോഗിക്കാൻ മേലെങ്കിൽ നമ്മൾ എവിടെ പോയി ജീവിക്കും? മരിച്ചവർ ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ അനേകർക്ക് ഞാൻ എൻ്റെ അടുക്കുറിപ്പായിട്ട് കമൻ്റ് ഇട്ടു, നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് കമൻറ്റ് പറ. മരിച്ചു ഉപയോഗിച്ച ഒരു വസ്തു ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാവുന്ന വസ്തുക്കളാണോ അല്ലയോ നമ്മുടെ വീടുകളിൽ മരിച്ചവർ ഇട്ടിട്ട് പോയിരിക്കുക നമ്മൾ തിരിച്ചറിയണം. അൽഫോൻസാമ്മ കടന്ന കട്ടിൽ അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. പണിയാനത്തെ മഠത്തിൽ ചില്ലിട്ട് വെച്ചിരിക്കുക. എന്തുകൊണ്ടാണ് ചില്ലിട്ട് വെച്ചിരിക്കുന്നത്? അത് നേരത്തെയൊക്കെ ആയിരുന്നപ്പോൾ ആ കട്ടിലെ കൊണ്ട് കുട്ടികളെ കടത്തുമായിരുന്നു, തൊടുമായിരുന്നു. അങ്ങനെ അപ്പം അവിടെ കൃപ കിട്ടുമായിരുന്നു. കാരണം ആ കട്ടിലിൽ അൽഫോൻസാമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം ഇംപ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാനീ പറഞ്ഞതായ ആ ഒരു കോളിൻ വിൽസൺ പങ്കുവെക്കുന്ന ആ അനുഭവത്തിൽ അദ്ദേഹം പറയും, അവർ പറയും, ഈ 2 മുറികളിൽ ദുർമരണം സംഭവിച്ചപ്പോൾ അതിൻ്റെ ഇംപ്രിൻറ്റിങ് ഉണ്ടായിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇത് നമ്മൾ ആൾക്കാർ പറഞ്ഞിട്ട് വീട് ഉപേക്ഷിച്ചിട്ട് പോയി. അതവിടെ തോന്നലാണോ, പേടിയാണോ, കെട്ടുകഥയാണോ? അതുകൊണ്ട് അവർ ടെസ്റ്റ് നടത്തുകയാണ് ജീവികളെ കൊണ്ട്. ഈ ജീവികൾക്കൊന്നും അറിയത്തില്ലല്ലോ മരണം സംഭവിച്ചപ്പോൾ, അവർക്കറിയത്തില്ല. പക്ഷെ അവർക്ക് അവരുടേതായ രീതിയിൽ സംവേദനക്ഷമതയുണ്ട്. അവർ കയറി വന്നപ്പോൾ ഈ പട്ടികളെ എത്ര ഉന്തിയിട്ട് മരിച്ചിട്ടും ആ പട്ടി അകത്ത് കയറിയില്ല. പാമ്പ് അതുവരെ കൂടുതൽ സ്വസ്ഥമായിരുന്നു. ഈ മുറിക്കകത്ത് വന്നപ്പോഴും പാമ്പ് പെട്ടെന്ന് ഉണർന്നിട്ട് ഒരു ഭയത്തോടു കൂടി ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കാൻ തുടങ്ങി, ഹാലേ ലോയ, ഹാലേ ലോയ, ഹാലേ ലോയ. അപ്പോൾ ആ ജീവികൾ അവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുക, ഞങ്ങൾക്കൂടെ വേണ്ട. ഇത് തിരിച്ചറിയാതെ പലപ്പോഴും ഇങ്ങനത്തെ വീടുകൾ സ്നേഹമുള്ളവരെ ജീവിക്കാൻ മേലാത്ത അവസ്ഥ വരുമ്പോൾ ആൾക്കാർ വിൽക്കാൻ നോക്കുമ്പോൾ അവർ എടുക്കുന്ന ചിന്താഗതിയാണ്, കിട്ടിയ വിലയ്ക്ക് വിറ്റേക്കാം. വില കുറഞ്ഞ് വീട് നോക്കി നടക്കുന്ന ആൾക്കാർ വില കുറച്ച് നല്ല വീട് കാണുമ്പം ബാഹ്യമായിട്ട് നല്ല വീടല്ലേ കയറി പിടിക്കും.
താരം പോലെ കിട്ടിപ്പോയി. ഇതുകൊണ്ട് ഇതിന് എത്ര ലക്ഷത്തിൻ്റെ വലിയ വീടാണ്, എന്നിട്ട് നമുക്ക് വില കുറച്ച് കിട്ടി. എങ്ങനെ കിട്ടി? അവർക്ക് മണ്ടത്തിനെ പറ്റിയായിരിക്കും, ആരും പറയണ്ട, കിട്ടി. അങ്ങനെ ആവശ്യത്തിന് കയറി താമസം ആരംഭിക്കും. കുറേ മാസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പം പല ഞെരുക്കങ്ങളാകും. പിന്നെ അവർക്ക് ജീവിക്കാൻ മേലതാക്കി ചിലപ്പോൾ അവർ വിറ്റ് കളയും. അപ്പോൾ അവർ പിന്നെ കുറച്ച് വിൽക്കാൻ നോക്കും. വില കുറഞ്ഞ വീട് നോക്കി നടക്കുന്നത് ചാടി പിടിക്കും. കോളടിച്ചു കേട്ടോ, പകുതി വിലയ്ക്ക് കിട്ടി, ചാടി പിടിച്ചു, താമസം ആരംഭിക്കും. കുറേ നാളെ പിന്നെ അവർ ഞെരുങ്ങാണ്, വിൽക്കാൻ നോക്കും. അപ്പോഴേക്കും നാട്ടുകാർക്കിടയിൽ നോട്ടമായി സംസാരമായി വിൽക്കാൻ നോക്കുമ്പോഴത്തേക്കും വാങ്ങിക്കാൻ ആളില്ല. ഒന്നുകിൽ അവരവിടെ ജീവിച്ച് തീരും. അങ്ങനെ തീരുന്ന വ്യക്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ വീടൊന്ന് മാറിക്കേ. തിന്മ പതിഞ്ഞ വീടുകളിൽ ഞാനിട്ട് വീഡിയോയ്ക്ക് ചില ആൾക്കാർ കമൻറ്റ് ഇട്ടിരിക്കുകയാണ്, അച്ഛാ വീട് വിട്ടിട്ട് മാറണോ? ഇങ്ങനെയാണെങ്കിൽ വീട് വിട്ട് മാറാനല്ല, അവിടെ മക്കളായിട്ട് നമ്മൾ ജീവിച്ച് തിന്മയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റണം. അതിന് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ തിന്മയിൽ നിങ്ങൾ തീരുകയാണെങ്കിൽ തീർന്നു പോകുന്നതിനേക്കാൾ നല്ലത് ഇട്ട് മാറിക്കുമോ. ഒന്നുകിൽ നമ്മൾ പറയില്ല, പാമ്പിട്ട് അടിച്ചാൽ അത് ചത്തിരിക്കണം, കൊന്നിരിക്കണം, അല്ലെ പിന്നെ അടിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ പോലെ, ഒന്നുകിൽ നിങ്ങൾ ആ വീട്ടിൽ താമസിച്ച് അവിടെയുള്ള തിന്മയെ നിങ്ങൾ കെടുത്തിയെടുക്കണം. നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മ സാന്നിധ്യം നിറഞ്ഞ് ദൈവമക്കളാകണം. പരിശുദ്ധാത്മ സാന്നിധ്യം നിറഞ്ഞിട്ട് അവിടെ ചെന്ന് കയറി ചവിട്ടി നടന്ന് പെരുമാറി പുതിയ ഇംപ്രിൻറ്റിങ് കൊടുക്കണം. അപ്പോൾ ഇതിനെ മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ മാറ്റിയെടുക്കാൻ നിന്നെക്കൊണ്ട് പറ്റുന്നില്ല. അവിടെ തിന്മ നിനക്കേശിയിട്ട് നീ തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ തീർന്നു പോകുന്നതിനേക്കാൾ നല്ലത് സാമ്പത്തിക നഷ്ടം സഹിച്ചിട്ടാണേലും മാറിക്കൂ. ഞാനങ്ങനെ ഉപദേശം കൊടുത്തിട്ട് പല ആൾക്കാർക്ക് വീട് മാറിയ ആൾക്കാരുണ്ട്. വീട് മാറി അതിൻ്റെ പേര് മാത്രം ആശ്വാസം വന്ന വ്യക്തികളുണ്ട്. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥന മേടിച്ച ആൾക്കാർ ഇപ്പം പങ്കെടുക്കുന്നവരിൽ നിങ്ങൾക്കറിയാം, പങ്കെടുക്കുന്നവരിലുണ്ട്. വീട് മാറിയതിൻ്റെ പേരിൽ വ്യത്യാസം വന്ന അനുഭവം എത്രയോ പേർക്കുണ്ട്. സ്നേഹമുള്ളവരെ, വീട് മാറാനല്ല പറയുന്നത്. ഒന്നുകിൽ ആ വീട്ടിൽ മുന്നേ അവിടെ പെരുമാറിയ വ്യക്തികൾ പതിപ്പിച്ച് തരുമ്പോൾ നമ്മൾ കീഴ്പ്പെടുത്തണം, മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ മാറിക്കും, നമ്മൾ തീർന്നു പോകണ്ട. ഇപ്പം ഞാനീ പറഞ്ഞതായ കോളി മിൽസൻ്റെ വസ്തു പറയുമ്പം ഈ 4 ജീവികൾ ഇങ്ങനെ പെരുമാറി വ്യത്യാസം കാണിച്ചു. അതേക്കുറിച്ച് പിന്നെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്നുകൂടെ സ്വസ്ഥമായിട്ട് കേൾക്കുക. അദ്ദേഹം ഒരു എഡ്വേർഡ് റസൽ എന്നൊരു വലിയ ഗ്രന്ഥകാരൻ്റെ ഡിസൈൻ ഫോർ ഡെസ്റ്റിനി എന്നൊരു പുസ്തകം, അതിൽ അദ്ദേഹം പറയുന്നൊരു ആശയമുണ്ട്, തോട്ട് ഫീൽഡ്, ഫീൽഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഏതൊരു സംഭവം നടക്കുമ്പം അതിൻ്റെ തരംഗങ്ങൾ പ്രസരിച്ചിട്ട് അത് ചുറ്റുമുള്ള വ്യക്തികൾ മാത്രമല്ല അവിടെയുള്ള തറ, ഭിത്തി, റൂഫ്, ഉപകരണം എല്ലാത്തിലും പതിയും, ഇംപ്രിൻ്റ് ചെയ്യപ്പെടും. അതവിടെ കാലാകാലം നിൽക്കും. അദ്ദേഹത്തിൻ്റെ ആശയമാണ്. അദ്ദേഹം പറയുന്ന പേര് തോട്ട് ഫീൽഡ്, ഫീൽഡ് ചുരുക്കമാക്കി പറയും. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇതാണ് ഈ വെഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഇതാണ് ഈ ക്ഷുദ്രം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. വെഞ്ചരിക്കുമ്പോൾ നമ്മൾ കുർബാന അർപ്പിച്ചു. കുർബാന അർപ്പിച്ചപ്പോൾ അച്ഛൻ എന്നാ ചെയ്തത്? ഈശ്വര കൽപ്പന അനുസരിച്ച് അപ്പം എടുത്തിട്ട് അച്ഛൻ ചില വാക്കുകൾ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു. അത് അച്ഛൻ്റെ ശരീരം അല്ല, ഇത് ഈശ്വര ശരീരം. കാരണം എന്താ? ഈശോയാണ് അവിടെ. വാക്കിന് പവറുണ്ട്, മനസ്സിലാക്കണം. വാക്കിലൂടെ പവർ പകരാൻ പറ്റും. നമ്മുടെ മുഖത്തോട്ട് നോക്കി ഒരാൾ ഓടി വന്ന് വഴി നടക്കുമ്പം വന്നിട്ട് 2 തെറി വിളിച്ചാൽ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കും? തെളിയുമോ? വാടുമെന്ന് മാത്രമല്ല, ആ ചീത്തവാക്ക്, വെറുപ്പിൻ്റെ എക്സ്പ്രഷൻ, അത് നമ്മുടെ മെമ്മറി സെല്ലുകളിൽ പതിഞ്ഞ് കിടന്നിട്ട് വർഷങ്ങളോളം ഇതിനെ പ്രസരിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ? ഇപ്പോഴും ഓർക്കാൻ പറ്റുന്നില്ലേ? കൊച്ചുനാളിൽ വീട്ടിലായിരുന്നപ്പോൾ, സ്കൂളിൽ, വഴിയിൽ ആരെങ്കിലും ഒക്കെ നമ്മളെ നോക്കി അധിക്ഷേപിച്ച് ചീത്ത പറഞ്ഞ് തെറി വിളിച്ച്, ചിലപ്പോൾ അപ്പനോ അമ്മയോ പോലും ചില നിമിഷങ്ങളിലും വല്ലാണ്ട് അരിശപ്പെട്ട് ചില വാക്കുകൾ പറഞ്ഞത്, ആ വാക്കിലൂടെ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞ നെഗറ്റിവിറ്റി, പൈശാചികത പതിഞ്ഞ് കടന്നിട്ട് ഇപ്പോഴും നമ്മുടെ മെമ്മറി സെല്ലുകളിൽ കോശങ്ങൾ പ്രസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുമ്പോഴൊക്കെ മുഖം പാടുന്നു, കണ്ണ് നിറയുന്നു. കണ്ടോ? ജീവനുള്ള കോശങ്ങൾ അങ്ങ് നിൽക്കുന്നു. ഇതുപോലെ തന്നെ ജീവനില്ലാത്ത കോശങ്ങളും പതിഞ്ഞ് കിടപ്പുണ്ട്. അത് പതിപ്പിക്കുന്ന പ്രക്രിയയാണ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അച്ഛൻ വീട്ടിൽ വന്നിട്ട് ചില വാക്കുകൾ പറയുന്നു, പ്രാർത്ഥന, ആശീർവദിക്കപ്പെട്ടെ, വിശുദ്ധീകരിക്കപ്പെട്ടെ, കരുത്ത് നിറയട്ടെ, തിന്മയെല്ലാം വിട്ടുമാറട്ടെ. ചില കർമ്മങ്ങൾ ചെയ്യുന്നു, കുരിശടയാളം, ഹോളി വാട്ടർ തളിക്കുന്നു, ധൂപിക്കുന്നു, ചുറ്റി നടക്കുന്നു. അത് ചുമ്മാ ഒരു തോന്നലല്ല, ചുമ്മാ ഒരു ചടങ്ങല്ല. അതുവഴി അവിടെ പതിയുന്നുണ്ട് കാര്യങ്ങൾ.
അങ്ങനെ വീട് വിശുദ്ധീകരിക്കപ്പെടുകയാണ്. മറുവശത്ത് തിന്മയുടെ പ്രവൃത്തി ചെയ്യുമ്പം അതിൻ്റെ തരങ്ങളും പതിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു സ്നേഹമുള്ള നമ്മൾ ഓരോരുത്തരും വീടുകൾ ഇത് നമ്മുടെ ജീവിതം പൂർത്തിയായി കാണും കടന്നു പോയി കഴിയുമ്പം നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഒരു ഹോണ്ടഡ് വീടായിട്ട് ഇട്ടിട്ട് മാറേണ്ടി വരുമോ? സംഭവിക്കാതിരിക്കട്ടെ. ബാധയുള്ള വീടാണത്. താമസിക്കാൻ കൊള്ളുകയല്ല. എന്താ കാര്യം? ഇവിടെ നേരത്തെ താമസിച്ച വ്യക്തികൾ ചില വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു. അത് ചിലപ്പോൾ കൊലപാതകം, വ്യഭിചാരം, മദ്യപാനം, ആവിചാരം, ക്ഷുദ്രം, അങ്ങനെയുള്ളത് പ്രകടമായിട്ടുള്ള എന്തോ ആയിക്കോട്ടെ, ഇത്ര ചെറുതാണെപ്പോലും പതിയൊന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ കാലം കഴിഞ്ഞ് നമ്മൾ വീട് വിട്ട് നിത്യയിലേക്ക് പോയി കഴിയുമ്പം വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി എന്ന അച്ഛനൊക്കെ പാടി ആൾക്കാർ നമ്മുടെ ബോഡി എടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി കഴിയുമ്പം ആ വീടിൻ്റെ അവസ്ഥ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതിനേക്കാൾ ജീവിക്കാൻ പറ്റിയ, ജീവൻ്റെ നിറവുള്ള, കരുത്തുള്ള, വിശുദ്ധി ഇംപ്രിൻ്റ് ചെയ്യിപ്പിച്ചൊരു വീടാക്കി മാറ്റിയിട്ടാണോ ഞാൻ പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ വീഡിയോ പറഞ്ഞു സിമിത്തേരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. സിമിത്തേരികൾ നമ്മൾ പോകുമ്പോൾ കല്ലറ തൊട്ട് വന്നിക്കാനല്ല സഭ പറയുന്നത്. സിമിത്തേരി പ്രാർത്ഥിക്കണം, മനുഷ്യരെ കൊണ്ട് പ്രാർത്ഥിക്കണം. ഇത് കുഞ്ഞു കാര്യമാൻ തോന്നും, അത് വലിയ കാര്യങ്ങളുണ്ട്. എന്താണത്? സിമിത്തേരിയിലെ ഒപ്പീസ് മരിച്ചടക്ക് കർമ്മങ്ങൾ കഴിയുമ്പോൾ പ്രാർത്ഥനാ പുസ്തകത്തിൽ നമ്മളെല്ലാവരും പുസ്തകത്തിൽ കാണുന്നില്ല, അടി അവസാനം ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കാർമ്മികനും മറ്റെല്ലാവരും എങ്ങനെ പിരിഞ്ഞു പോകുന്നു? വിശുദ്ധ കുരിശ് തൊട്ട് വന്നിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നു. സംശയമുണ്ട് എപ്പോഴെങ്കിലും ആ പ്രാർത്ഥനാ പുസ്തകം മരിച്ചെടുക്കേണ്ട പ്രാർത്ഥന നോക്കിക്കോ. വിശുദ്ധ കുരിശ് തൊട്ട് വന്നിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നു. അതുകൊണ്ട് കുരിശുരൂപം എടുത്ത് വെച്ച് തിരി കത്തിച്ച് വെച്ചിട്ട് വേണം സിമിത്തേരിയിലെ പ്രാർത്ഥന നടത്താൻ. ആ കുരിശുരൂപത്തിന് മുമ്പാണ് പ്രാർത്ഥിക്കുന്നത്. കുരിശിൻ്റെ ശക്തി നമ്മൾ എടുക്കുന്നത്. പലപ്പോഴും എളുപ്പത്തിന് വേണ്ടി കപ്പിയാരെ കുരിശെടുത്തുകൊണ്ട് വരികയല്ല, അത് അവിടെ കിടപ്പുണ്ട്. അച്ഛൻ തിരക്ക് ജോലി വന്നപ്പോൾ കുരിശ് വെച്ചിട്ട് സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ചെല്ലിച്ച് പോകുന്നു. അപ്പോൾ ആൾക്കാർ നിൽക്കുന്നവർക്കൊന്ന് പോകാൻ നേരത്തെ തൊടണം. അപ്പോൾ എവിടെ തൊടുന്നു? ഈ കല്ലറയെ തൊടുന്നു. കല്ലറയെ തൊട്ട് വന്നിക്കുമ്പോൾ എന്ത് കിട്ടും? ആ കല്ലറയ്ക്കകത്തുള്ള ശേഷിപ്പുകളിൽ ആ വ്യക്തിയുടെ ജീവിതകാലത്ത് എന്ത് പതിപ്പിച്ചിട്ടുണ്ടോ അത് കിട്ടും. അത് വിശുദ്ധിയും പരിശുദ്ധാത്മ സാന്നിധ്യവും ആണെങ്കിൽ അതിൻ്റെ പങ്ക് നിനക്ക് കിട്ടും. അത് അശുദ്ധിയും തിന്മയുടെ ഇംപ്രിൻറ്റിങ്ങും ആണെങ്കിൽ അത് കിട്ടും. ഇത് സഭയുടെ നിരന്തരമായ പരമ്പരാഗതമായിട്ടുള്ള നൂറ്റാണ്ടായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഭരണകാലത്ത് ചെന്ന് അൽഫോൻസാമ്മയുടെ കബറിൽ തൊട്ടിട്ട് നമുക്കൊരു കബറിടം തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഉറപ്പുള്ളത് സഭ ആ വ്യക്തിയെ അൾത്താരയിൽ വെച്ച് തരും മാത്രമാണ്. സഭ ഒരു വ്യക്തിയെ അൾത്താരയിൽ വെച്ച് തരുന്നതിനർത്ഥം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കബറിടം, പെരുമാറ്റ സ്ഥലങ്ങൾ, ശേഷിപ്പുകൾ ഭയമില്ലാതെ കരുത്ത് സ്വീകരിച്ചുകൊണ്ട് ഉപയോഗിക്കാം. സഭയത് ചുമ്മാ പറയുകയില്ല, അതുപോലെ ബോധ്യപ്പെടല്ലേ പറയുള്ളൂ. അങ്ങനെ ഒരു ഉറപ്പ് സഭ തരാത്ത ഒരിടത്തും പോയി തൊട്ട് വന്നിക്കരുത്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ അപ്പനല്ലേ, നമ്മുടെ പങ്കാളിയല്ലേ, നമ്മുടെ ഒരുമിച്ച് ജീവിച്ച ആളല്ലേ, ഒരുമിച്ച് ജീവിച്ചവരുടെ ആത്മീയത നിങ്ങളുടെ ആത്മീയത ഒരുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് വന്നിക്കാം. കാരണം അത് ഒരുപോലെ നിൽക്കുന്നത്, മനസ്സിലായോ? അത് ഒരുപോലെ നിൽക്കുന്നത്. ഒരുമിച്ച് ജീവിച്ച ആളാണെങ്കിൽ പോലും കെട്ട അവസ്ഥയിലാണ് കടന്നു പോയിരിക്കുന്നതെങ്കിൽ സ്നേഹമുള്ളവരെ, എത്ര പ്രിയപ്പെട്ട ആളോ വേണ്ടപ്പെട്ട ആളാണെങ്കിലും ആ വ്യക്തി അവിടെ ഇല്ല, പോയി. ആ വ്യക്തി പോയി, എത്തേണ്ടത് ചെന്നു. പക്ഷെ ആ വ്യക്തി ഇംപ്രിൻ്റ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, പവർ കിടപ്പുണ്ട്, ആത്മീയ അന്തരീക്ഷം അവിടെ ഉണ്ട്. അത് കരുത്താണെങ്കിൽ ഒപ്പിയെടുത്തു, കരുത്തല്ലേ ഒപ്പിയെടുക്കണ്ട. മരിച്ചവരുടെ ചിത്രങ്ങൾ വീട്ടിൽ വെക്കാവോ എന്നുള്ള ചോദ്യം ഒരു വളരെ സെൻസിറ്റീവായ വിഷയമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും വെക്കാം. എങ്ങനെ? അവർ നമുക്ക് ആത്മീയ കരുത്ത് പകർന്നു തന്നവർ ആണ് ആ അനുഭവത്തിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ. അതല്ലാത്ത അവസ്ഥയിൽ കടന്നു പോയവരാണെങ്കിൽ ആ ചിത്രങ്ങൾ വെക്കുന്നിടത്ത് അതിൻ്റെതായ ദുരനുഭവങ്ങൾ വരാം. ചിത്രങ്ങൾ വഴി, അടയാളങ്ങൾ വഴി പവർ പ്രസരിക്കുന്നുണ്ട്. കുരിശടയാളം കാണുമ്പോൾ പിശാചുക്കൾ ഓടും. കുരിശിൽ കുതിർന്നിറങ്ങിയ ഈശോയുടെ തിരിച്ചോര, ആ കുരിശിൽ ഈശോയുടെ ബലി, അതിൻ്റെ കരുത്ത് ആ തടി മാത്രമല്ല ആ അടയാളം തന്നെ ഉണ്ട്. എബ്രാസ്യാമ്മയുടെ ലിഖിതങ്ങളിൽ കാണാം. ഞാനത് വീഡിയോ പറഞ്ഞെനിക്ക് തോന്നേ, പിശാചുക്കൾ വന്ന് കഥ കണ്ട് ചവിട്ട് ഇടിയെല്ലാം ചെയ്യുന്നു. ഭയങ്കര ശൈലി, രാത്രി മുഴുവൻ ഇടി ചവിട്ടുവാണ്.
അപ്പോൾ ആത്മീയപിതാവ് പറഞ്ഞു കൊടുത്തു, മാതാവിൻ്റെ പടം ആ കതകനകത്ത് ഒട്ടിച്ചു വെക്കാൻ പറഞ്ഞു. മാതാവിൻ്റെ പടം കതകനകത്ത് വശത്ത് ഒട്ടിച്ചു വെച്ചു. ആ രാത്രി പിശാചുക്കൾ വന്നിട്ട് സഹികെട്ട് നിലവിളിക്കുകയാണ്, ഇതാരാണ് ഞങ്ങളുടെ ശത്രുവായ മറിയത്തെ ഞങ്ങൾ കാണിയായിട്ട് ഈ കതകന്മേൽ പൊറ്റിച്ചു വെച്ചിരിക്കുന്നത്? ആരാടി നിന്നത് പഠിപ്പിച്ചത്? അവർക്ക് തൊടാൻ പറ്റുന്നില്ല, കതകൻ ചവിട്ടി പറ്റുന്നില്ല. ഇങ്ങനെ നിലവിളിച്ച് വന്ന് എബ്രാസ്യാമി ആത്മീയപിതാവിന് എഴുതിയ കത്തുകളുണ്ട്, എബ്രാസ്യാമിൻ്റെ ലിഖിതങ്ങൾ. അതിൻ്റെ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം, വായിക്കണം. എബ്രാസ്യാമിയുടെ ആ മുറിയൊക്കെ എപ്പോഴും അവിടെയുണ്ട്, പോയി കാണണം, അവിടെ പോയി പ്രാർത്ഥിക്കണം. ആ പുസ്തകത്തിൻ്റെ കോപ്പി ഇവിടെ ഞാൻ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അങ്ങനെ എപ്പോഴും കിട്ടുന്നില്ല. നമ്മൾ അറിയേണ്ട എന്തുമാത്രം ആത്മീയ കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ എന്തെങ്കിലും വേണ്ടാതിനും പറയുന്ന അല്ല, സ്നേഹമുള്ളവരെ, തോന്നാമൂത്തി അതിശക്തി വെച്ച് പറയുന്നതല്ല. ഇതെല്ലാം റിയാലിറ്റീസാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു പടം ഒട്ടിച്ച് വെച്ചപ്പം പിശാചുക്കൾ പുറത്ത് നിന്നുകൊണ്ട് തൊടാൻ മേലെന്നായി. കണ്ടോ, ഒരു ചിത്രത്തിലൂടെ പ്രസരിക്കുന്നതായ ആത്മീയ പവർ കണ്ടോ. ഏതൊരു വിശുദ്ധ ഈ അനുഭവമുണ്ട്. ഒരിക്കൽ പൈശാചിക ആവാസമുള്ളൊരു വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പള്ളിമുറി പ്രധാനത്തായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പം ആ പെൺകുട്ടിയനിപ്പം ഗീവർഗീസിൻ്റെ ഒരു രൂപം വാതിലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു. ഈ പെൺകുട്ടി ഈ പൈശാചിക ആവാസം ഓണായി കഴിയുമ്പം അതിലേ കയറിയാല വേറെ വാതിൽക്കൂടെ പോകത്തുള്ളൂ. അതിലേ കയറിയാല പറ്റത്തില്ല. അവിടെ ഒരുത്തനുണ്ടെന്നാണ് പറയുന്നത്, അവിടെ ഒരുത്തനുണ്ട്, അതിലേ പോകത്തില്ല. സഹോദരൻ, എന്തെല്ലാം നാടകീയമായി ഇങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് കാണാം. ഇവരാരും അഭിനയിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ പൈശാചിക ആവാസമുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാൻ കൂടത്തിൽ പള്ളിമുറികളിലും കൂടെ താമസിപ്പിച്ച് പ്രാർത്ഥിച്ച അനേക അവസരങ്ങളുണ്ട്. ഞാനീ പറയുന്ന കാര്യം ഇപ്പോൾ സെൻസിറ്റീവാണ് എങ്കിൽ പോലും. അങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ മൂളിയം പള്ളി വികാരിയായിരുന്നപ്പം ധ്യാനകേന്ദ്രം 5 വർഷം അവിടെയായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ആഴ്ചകൾ ചില വ്യക്തികളെ താമസിപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നൊരു പൈശാചിക ആവാസമുള്ളത് പ്രധാനത്തായിരിക്കുമ്പം താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പം ഈ വ്യക്തികൾ ആവാസം മാനിഫെസ്റ്റ് ചെയ്യുമ്പം അല്ലാത്ത കാണിക്കും. അല്ലാത്തപ്പോൾ അല്പം നോർമലായിട്ടുള്ളപ്പം ആവാസമുണ്ട്, സാന്നിധ്യമുണ്ട്. വേറെ ആരുടെയെങ്കിലും കൂടെയൊക്കെ പ്രാർത്ഥന സമയമല്ല, അവർ പള്ളി പരിസരത്ത് നടക്കുമ്പം ഈ വ്യക്തികൾ പലര് പെരുമാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ പറയും, സെമിത്തേരിയുടെ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു വലിച്ചിൽ വരികയാണ്. അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യം മനസ്സിലാക്കണം. നമ്മുടെ അസീസിലെ സുരേഷച്ചൻ പറയും, നമ്മുടെയൊക്കെ സെമിത്തേരിയിൽ ഒത്തിരി തിരുശേഷിപ്പുകളുണ്ട്. എത്രയോ വിശുദ്ധരായ വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധമായിട്ട് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട അസ്ഥികൾ, പണ്ട് അസ്ഥിക്കുടിയാണ്, ഇപ്പോൾ അസ്ഥിക്കുടി അങ്ങനെയില്ല. തിരുശേഷിപ്പ് ഒത്തിരിയുണ്ട്, ഒരു സംശയം വേണ്ട. അതിൻ്റെ ഒപ്പമോ അതിനേക്കാൾ കൂടുതലോ ദുർശേഷിപ്പുകളുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദുർശേഷിപ്പുകളുണ്ട്. അതിൻ്റെ സ്വാധീനം ഈ തിന്മയുടെ അരുവികൾ ഈ വ്യക്തികളുള്ളത് അനുഭവിച്ചിട്ട് അതിങ്ങനെ പങ്കുവെക്കുന്നത്, ആ രീതി പെരുമാറുന്നത് ഞാൻ അനേകം കണ്ടിട്ടുണ്ട്. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഭയത്തിൻ്റെ വിഷയമല്ല വേണ്ടത്. കരുത്തെടുക്കണം. അങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇംപ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ആത്മീയ മേഖലയിൽ ഒരു വ്യക്തി പെരുമാറുന്ന എല്ലാ വസ്തുക്കളിലും ഉണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് നമുക്കത് മെച്ചപ്പെടുത്താൻ അവസരമുണ്ട്. അല്ലാത്തവർ കടന്നുപോയി. അപ്പോൾ അവർ പതിപ്പിച്ചിരിക്കുന്നതിന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് തിരുത്തിയെടുക്കണം. നമുക്ക് പറ്റും, വിശുദ്ധീകരിക്കണം. അതിൻ്റെ സിമ്പിൾ പരിപാടിയാണ് വെഞ്ചരിക്കുക എന്ന് പറയുന്നത്. അച്ഛനെ വിളിച്ച് വെഞ്ചരിക്കുന്നു. നമുക്കത് ആഴപ്പെടുത്തിയെടുക്കാൻ പറ്റും വിശുദ്ധമായ ദൈവസാന്നിധ്യത്തിലൂടെ. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ബൈബിളിൽ കാണുന്നതിൻ്റെ ഏറ്റവും പുരാതനമായ രംഗം ഈ വിശുദ്ധീകരണത്തിന് നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 1 വാക്യങ്ങൾ. എന്താ അവിടെ കാണുന്നത്? പുറപ്പാട് 3-ാം അധ്യായം 1 വാക്യങ്ങളിൽ എന്താ സംഭവം? ഹോറേവ് മലയിൽ മോശ താഴ്വാരത്തിൽ ആട് വെച്ച് നടക്കുമ്പം കത്തി എരിയുന്ന മുൾപ്പടർപ്പിൽ ദൈവസാന്നിധ്യം തീയായിട്ട് വരുന്നു. മോശ കാണാൻ വേണ്ടി കയറി ചെല്ലുന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞ കമൻ്റ് എന്താണ്? അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ചെരുപ്പ് അഴിച്ചു മാറ്റിയിട്ട് നീ ഇവിടെ കയറാവുള്ളൂ. എന്താ കാര്യം? ഈ സ്ഥലം പരിശുദ്ധമാണ്. ഈ സ്ഥലം എങ്ങനെ പരിശുദ്ധമായി? മണ്ണ് മുഴുവൻ ശപിക്കപ്പെട്ടതായെന്ന് അപ്പുറത്ത് പറഞ്ഞില്ലേ ഉൽപ്പത്തി 3:17. അങ്ങനെ ശപിക്കപ്പെട്ട മണ്ണിൽ ഇപ്പം ഈ ഒരു തിട്ട എങ്ങനെ പരിശുദ്ധമായി? ദൈവസാന്നിധ്യം വന്നപ്പം. കണ്ടോ, ദൈവസാന്നിധ്യം വന്നപ്പം. ഇതാണ് നമുക്കുള്ള മാർഗം. ദൈവമക്കൾ വെളിപ്പെടുക എന്ന് വെച്ചാൽ ദൈവസാന്നിധ്യമുള്ള വ്യക്തികൾ അവിടെ ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ് നമ്മൾ ജീവിക്കണം, പെരുമാറണം, പ്രവർത്തിക്കണം നമ്മുടെ വീട്ടിൽ. അപ്പോൾ ആ അന്തരീക്ഷം മുഴുവനും
അവിടുത്തെ ശാപം പതിഞ്ഞ് ആരെങ്കിലും പതിയാതിരിക്കട്ടെ, അതും മാറി 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 വിശുദ്ധി നിറഞ്ഞതായിട്ട് വരും. ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇട്ടപ്പോൾ ഒരു സഹോദരി ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റും. അവർ ബോംബെയിലെ മറ്റാണ്. അവർ പറഞ്ഞിരിക്കുകയാണ്, വീട്ടിലിങ്ങനെ മരിച്ച കാരണവന്മാരുടെ കുറച്ച് ചിത്രങ്ങൾ ഇങ്ങനെ പ്രധാന മുറിയിലൊക്കെ വെച്ചിരുന്നു, ലിവിങ് റൂമിലൊക്കെ. അപ്പം അവർ പറയുകയാണ്, ഞങ്ങൾ എന്നും വീട്ടിൽ വഴക്കും മക്കാണും തർക്കമാണ്. അതേപ്പറ്റി എവിടെ ബോധ്യം കിട്ടിയ സഹോദരിക്ക്, ഈ ചിത്രം വെച്ചിരിക്കുന്ന കാരണവന്മാർ അവരിങ്ങനെ ചീത്തയും തെറിയും പറയുന്നവരും വഴക്കടിക്കുന്നവരും പൊട്ടിത്തെറി വെള്ളം വെക്കുന്നവരുമായിരുന്നു. ഈ സഹോദരി ബോധ്യം കിട്ടിയപ്പോൾ ആ ചിത്രങ്ങൾ അവിടെ നിന്ന് മാറ്റി. അവർ പറയാണ്, വർഷങ്ങളായിട്ട് ഇപ്പം ഞങ്ങളങ്ങനെ പെരുമാറാറില്ല. അപ്പോൾ കാരണവന്മാർ അവരെ വെറുതെ മാറ്റിവെക്കുകയല്ല സ്നേഹമുള്ളവരെ. അവർ അറിയാതെയോ അവിടെ ലൈഫിൽ കയറ്റിവെച്ച വെറുപ്പിൻ്റെ അരൂപി, അത് പിശാച. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. 1 യോഹന്നാൻ 3:15 ഇല്ലേ? കൊലപാതക ദൈവീയം വസിക്കുകയല്ല, പശുത്താനും വസിക്കുകയല്ല. പൊട്ടിത്തെറിച്ച് തെറി വിളിച്ച് ചീത്ത വിളിച്ച് എല്ലാവരെയും പ്രാഗി ശപിച്ചും പെരുമാറുന്ന ഒരു വ്യക്തി നമ്മുടെ എത്ര പ്രിയപ്പെട്ട അപ്പനാകട്ടെ, വല്യപ്പനാകട്ടെ, അമ്മയാകട്ടെ, വല്യമ്മയാകട്ടെ, പങ്കാളിയാകട്ടെ, ആ വ്യക്തി ദൈവജീവൻ ഇല്ല. 1 യോഹന്നാൻ 3:15. വെറുക്കുന്നവൻ കൊലപാതകയാണ്. അങ്ങനെയുള്ള വ്യക്തിയുടെ ദൈവിക ജീവൻ വസിക്കുകയല്ല, പശുത്താത്മ വസിക്കുകയല്ല. പശുത്താത്മ വസിക്കുന്നില്ലാത്ത വ്യക്തിയിൽ ആര് വസിക്കും? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 45-ാം തിരുവചനം. ഒരക്ഷത്താത്മ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കയറാൻ നോക്കുമ്പം വരുമ്പോഴുണ്ട് ആ വ്യക്തി ആളൊഴിഞ്ഞ വീടെന്ന് പറയുന്നത് നമുക്കറിയാം. ആൾ ഉടമസ്ഥനാണ്, പശുത്താത്മാവാണ്. പശുത്താത്മാവില്ലാത്ത വ്യക്തി ഉണ്ടോ? പശുത്താത്മാവില്ലാത്ത വ്യക്തിയിൽ കയറാൻ 1 അല്ല 7 അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പിശാചിൻ്റെ ആത്മാവ് ഉണ്ടായെന്ന് ഈശോ പഠിപ്പിച്ചിരിക്കുന്നു. അവഗണിച്ചു. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അപ്പന അമ്മയാ, വല്യപ്പന വല്യമ്മയാ, പങ്കാളിയാ, എൻ്റെ പ്രിയപ്പെട്ട ശരിയാ ആയിക്കോട്ടെ, വെറുപ്പ് നിറഞ്ഞ് പൊട്ടിത്തെറിച്ച് ചീത്തയും തെറിയും പറഞ്ഞ് ഈശോ പഠിപ്പിച്ചില്ല മത്തായി 5 പോഷ വിഡ്ഢി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി തീ നരകാഗ്നിക്കിരയാകും. ഇവിടെ ഈ വ്യക്തി ഇവിടെ പറയുകയാണ്, ചില അച്ഛൻ്റെ പങ്കുവെക്കൽ വായിച്ചപ്പോൾ എനിക്ക് ആശങ്ക വന്നു. അത് വീണ്ടും പറയുന്നുണ്ട്, ആത്മാർത്ഥത്തോട് പറയുന്നതാണ്. അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് വിശ്വാസികളിൽ അല്ല സാധാരണക്കാരിൽ ഭയം ഉണ്ടാക്കുകയല്ലേ? ഇതാണ് അദ്ദേഹം പറയുന്നത്. സഭ വിശുദ്ധർക്കായി മാറ്റിവെച്ചിട്ടുള്ള തിരുശേഷിപ്പുകൾ എന്ന പദത്തിന് വിപരീതമായി ദുർശേഷിപ്പുകൾ എന്ന് പ്രയോഗിക്കുമ്പം അങ്ങനെ ആശുപത്രി പറയുമ്പം തിന്മയ്ക്ക് വിശുദ്ധിയോടെ തന്നെ ശക്തി ഉണ്ടെന്ന ഒരു ഭയം വിശ്വാസികൾ ജനിപ്പിക്കുന്നില്ലേ? ഒരു പേടി വരുന്നു, ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോന്ന്. പദവിയുടെ വിശുദ്ധി വ്യക്തിപരമായ വീഴ്ചകൾ ശാശ്വതമാണെന്ന ആത്മവിശ്വാസമല്ലേ വിശ്വാസികൾക്ക് കൂടെ ആശ്വാസം നൽകുന്നത്? വിശ്വാസികൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടത്തിയിട്ട് അവസാനം കെട്ട തീ പോയി ചാടുമ്പം എന്താ അവസ്ഥ? ശരിക്കും നമുക്ക് ഭയമുണ്ടാക്കേണ്ടത് ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ അല്ല, കേൾക്കുമ്പോഴല്ല. ഈശോ പറഞ്ഞില്ലേ, പോഷ വിഡ്ഢി എന്ന് കോപത്തോടെ സഹോദരനെ വെറുപ്പോടെ വിളിക്കുന്ന വ്യക്തി നരകാഗ്നിക്ക് ഇരയാകുമെന്ന് കേട്ടിട്ട് ഒരു ഞടുക്കവും ഇല്ല. അവിടെയല്ല ഞടുങ്ങേണ്ടത്. നമ്മൾ എന്തുമാത്രം അങ്ങനെ വിളിക്കുന്നു, അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നു. അവരെങ്ങോട്ടാണ് പോകുന്നത്, ഏത് വഴിക്ക് നടക്കുന്നത്? ആ അവസ്ഥയെ മരിച്ചാലുള്ള അവസ്ഥ എന്താ? ഈശോ പറഞ്ഞതിന് മാറ്റമുണ്ടോ? അതിന് മാറ്റം പറയാൻ ആരാ ഉള്ളത്? ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിതാവ് പ്രേരിപ്പിക്കുന്ന പറയുന്ന കാര്യം മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സ്വന്തമായി എനിക്ക് ഒന്നും പഠിപ്പിക്കാൻ പറ്റിയല്ല. യോഹന്നാൻ 5-ലും യോഹന്നാൻ 12-ലും ഒക്കെ ഈശോ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഞാൻ പറയുന്ന ഒന്നും എൻ്റെ സ്വന്തം ആശയമല്ല. നസ്രത്തിലെ ഈശോ എന്ന് ഗുരു വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. എന്നെ അയച്ച പിതാവ് എനിക്ക് കൽപ്പന തന്നിരിക്കുക, ഞാൻ എന്ത് പഠിപ്പിക്കണം, എന്ത് പറയണമെന്ന്. യോഹന്നാൻ 12-49-50 വാക്യങ്ങൾ കൽപ്പിച്ചിരിക്കുക. അവിടെ ഞാൻ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ കൽപ്പിച്ചവർ തന്നെയാണ്. അങ്ങനെയുള്ള ഈശോ പിതാവിൻ്റെ അഭിഷേകം നിറഞ്ഞ് പിതാവിൻ്റെ ഉള്ളറിഞ്ഞിട്ട് പഠിപ്പിക്കുന്നതാണ്, പോഷ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കിരയാകും. മനുഷ്യൻ പറഞ്ഞ ഓരോ വ്യർത്ഥ വാക്കിനും ഇത് ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായി 12-36 വാക്യം. ഓരോ വ്യർത്ഥ വാക്കിനും ഇത് ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഇതല്ലേ നമ്മൾ ഭയപ്പെടുത്തേണ്ടത്? ഇത് നമ്മൾ ഞടുക്കണ്ടേ? ഈ അതിന് മാറ്റമില്ലല്ലോ. ഇതൊക്കെ നമുക്കൊരു യേശുന്നില്ല, നമ്മളതിനെ അവഗണിച്ചുകൊണ്ട് നീങ്ങുകയാണ്. അപ്പോൾ ഭയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുക എന്ന് പറയുന്നത് അത് എന്നതാ?
വചനം പ്രഘോഷിക്കാൻ തമ്പുരാൻ നിയോഗിക്കുന്ന വ്യക്തികൾക്ക് വലിയ താക്ക് തമ്പുരാൻ തരുന്നുണ്ട്. മത്തായി 5 17 18 19 20 വാക്യങ്ങൾ വായിച്ചു നോക്കിയോ. മത്തായി 5 18 19 അവിടെ എന്താണ്? ഈ വചനത്തിൽ നിന്നും വള്ളി പുള്ളി മാറില്ല. ഏതെങ്കിലും നിസ്സാര കാര്യം ആരെങ്കിലും അവഗണിക്കുകയോ ആ സാരമില്ല എന്ന മട്ടിൽ പഠിപ്പിക്കുകയോ ചെയ്താൽ ആ പഠിപ്പിക്കുന്ന വ്യക്തി നിസ്സാരനായിട്ട് പോകും. അത്രയേ ഉള്ളൂ. വള്ളി പുള്ളി മാറ്റമില്ല. അവിടെ സ്നേഹമുള്ളവരെ പഠിപ്പിക്കാനായിട്ട് തമ്പുരാൻ വിളിച്ച് നിയോഗിച്ച് ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നു പറയുന്നു. അങ്ങനെ പറയുന്ന വ്യക്തിക്ക് കേൾക്കുന്നവർക്ക് വിഷമം വരണ്ട, മുഖമൊന്നും വാടണം എന്നോർത്ത് ചുമ്മാ സുഖിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിടത്ത് എത്താൻ പോകുന്നില്ല. എത്താൻ പോകുന്നില്ല. ശരിയാലും ഭയം തോന്നുമായിരിക്കും. ആ ഭയം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ആ ഭയം എന്ന വികാരത്തിൻ്റെ പ്രസക്തി എന്താ? ഭയമെന്ന വികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. എല്ലാ ജീവികൾക്കും ഭയമുണ്ട്. എന്താ ഭയത്തിൻ്റെ പ്രസക്തി? ആസന്നമാകുന്ന ഒരു അപകട സാധ്യതയുടെ മുമ്പിൽ അത് തിരിച്ചറിഞ്ഞ് അലേർട്ടായി ജാഗ്രതയെടുത്ത് ആ അപകടത്തെ ഒഴിവാക്കാൻ സഹായിക്കുന്ന വികാരമാണ് ഭയം. സകല ജീവികൾക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. നമുക്ക് വേണം ഇല്ലേ? നമുക്ക് ചിലപ്പോൾ ആഴം, വെള്ളം അല്ലെ മല ഇടിഞ്ഞു വരുന്നു, ഭയം തോന്നും. വണ്ടി ഓവർ സ്പീഡിൽ നമ്മുടെ നേർക്ക് പാഞ്ഞു വരിക, പെട്ടെന്ന് പേടി വന്നിട്ട് നമ്മൾ ഓടി മാറും. ആ ഭയം ഒരു അലേർട്ട് ഗിവിങ് ഇമോഷനാണ്. നമ്മളെ അലേർട്ടാക്കുകയാണ്, ജാഗ്രതയുള്ളവരാക്കുകയാണ്. ആ ഭയത്തിന് അടിപ്പെട്ട് പോകരുത്. ആ ഭയത്തിന് അടിപ്പെട്ട് പോയാൽ എന്നാ ചെയ്യേണ്ടെന്ന് അറിയാൻ മേലാതെ നമ്മൾ സ്റ്റക്കാവും. അത് കെണിയാണ്. സാത്താൻ നമ്മളെ ഭയപ്പെടുത്തി സ്റ്റക്കാക്കാൻ നോക്കും. ദൈവം നമുക്ക് ദൈവഭയം ഒരു ദാനമാണ്. ദൈവഭയം അത് വേണം. എന്താ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു ചുവട് പോലും വെക്കാൻ ഇടവരല്ലേ എന്നുള്ള അലേർട്ട്നെസ്, ജാഗ്രത എനിക്ക് തരുന്ന ദൈവിക കൃപയാണ് ദൈവഭയം എന്നുള്ള ദൈവസ്ഥാനമാൻ്റെ ദാനം. ദൈവത്തിൻ്റെ വഴി വിട്ടു പോകരുതേ. ഹൈവേയിലൂടെ 4 വരി പാത അല്ല വണ്ടി സ്പീഡ് ഓടിച്ചു പോകുമ്പം നമുക്കറിയാം, ഒരു ലൈൻ തെറ്റി അശ്രദ്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അപ്പോഴേ ഇടി കൂട്ട അപകടം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന ഡ്രൈവർമാർക്ക് എപ്പോഴും ഒരു ഞടുക്കമുണ്ട് ഉള്ളിൽ, ഇല്ലേ? ഒരു ഞടുക്കമുണ്ട്. അല്പം ഇങ്ങോട്ട് നോക്കി വണ്ടി ഇച്ചിരി മറ്റേ ട്രാക്കിൽ കയറിയാലോ ഞടുങ്ങി പെട്ടെന്ന് ഞടുക്കം. അതൊരു ഭയമാണ്, ഒരു അലേർട്ട്നെസ്സാണ്. ഇതുപോലെ തമ്പുരാൻ്റെ വഴി വിട്ട് സാത്താൻ്റെ വഴിയിലേക്ക് ഞാൻ പോകരുതേ എന്നുള്ള ആ ഒരു ജാഗ്രത നമുക്ക് നൽകുന്ന വികാരമാണ് ഈ ഭയം. അത് നമുക്ക് പോസിറ്റീവാണ്. സാത്താൻ ചെയ്യുന്ന എന്താണ്? ഭയത്തിലേക്ക് വന്നിട്ട് ഭയപ്പെടുത്തും. ഈ പൈശാചിക അവസ്ഥയിൽ കടന്നു വരുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോൾ എത്ര നാളെ തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിച്ചു വരുമ്പം ഹല്ലേലൂയ 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 ചോദിച്ചു വരുമ്പോൾ ഒരുപാട് കേസുകളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പറയും, ഇത്ര വർഷമായി പ്രശ്നം തുടങ്ങിയിട്ട് അന്ന് എങ്ങനെ സംഭവിച്ചു? ഒന്ന് പേടിച്ചു കുളിക്കാൻ പോയപ്പം, രാത്രി പുറത്തിറങ്ങിയപ്പം, അല്ല അവിടെ വെച്ച് ഇങ്ങനെ ഒന്ന് പേടിച്ചു. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ തുടങ്ങിയത്. ഈ പേടിച്ചു പോവുക എന്ന് വെച്ചാൽ, അതുകൊണ്ട് അത് തമ്പുരാൻ പറയില്ല, ഭയപ്പെടരുത്. സക്കറിയ നീ ഭയപ്പെടണ്ട, മറിയമ്മേ നീ ഭയപ്പെടണ്ട, ബദരിൽ ഇടയന്മാരെ നിങ്ങൾ ഭയപ്പെടണ്ട, ഉത്തിതനായ ഈശോ അല്ലെ കടലിൽ നടന്നു വരുമ്പോൾ ഭയപ്പെടണം, ഞാനാണ്. ദൈവം ഒരിക്കലും ഭയപ്പെടുത്തുകയല്ല, ഭയം അനുഭവപ്പെടും. അത് വെച്ച് ജാഗ്രത ചെയ്യണം. സാത്താൻ ഭയപ്പെടുത്താൻ വേണ്ടി തന്നെ അവനവൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഭയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഭയം അനുഭവപ്പെടുക എന്ന് പറയുന്നത് ആത്മീയമായൊരു ജാഗ്രതയുടെ മേഖലയാണ്. ഈ വ്യക്തി ചോദിച്ചിരിക്കുന്ന 1-2 സംശയങ്ങളും കൂടെ അതും പ്രസക്തമാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടായ വലിയൊരു വിഷമം ഇതാണ്: വിശുദ്ധരായി മരിക്കാത്ത മാതാപിതാക്കളുടെയും പൂർവികരുടെയും ചിത്രങ്ങൾ വീട്ടിൽ വയ്ക്കുന്നതും അവർ ഉപയോഗിച്ച വസ്തുക്കൾ സൂക്ഷിക്കുന്നതും മക്കൾക്ക് ദുർശേഷിപ്പുകൾ പോലെ തിന്മ പടരാൻ കാരണമാകുമോ? ഇതവർ നമ്മൾ കണ്ടു കഴിഞ്ഞു. വിശുദ്ധി ഇല്ലാത്തവരായിരുന്നത് കൊണ്ട് അവർ മക്കൾക്ക് നൽകിപ്പോയ പൈതൃകങ്ങളെല്ലാം തിന്മയുടെ ഉറവിടങ്ങളാണോ? പൈതൃകങ്ങളെല്ലാം തിന്മയുടെ ഉറവിടങ്ങളാണെന്നല്ല പറയുന്നത്. എല്ലാം അങ്ങനെ കാടടച്ച് നമ്മൾ ചിന്തിക്കരുത്. പക്ഷെ തിന്മ പതിഞ്ഞ് കിടക്കുന്നത് തിന്മ തന്നെയാണ് കിടക്കുന്നതും. അങ്ങനെ ഒരു തിരിച്ചൊരു അസസ്മെൻ്റ് എടുക്കണം. ഞാൻ തന്നെ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ വിടവാങ്ങുന്നേൻ പാടി യാത്രയാകുന്നൊരു ദിവസമുണ്ട്. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പം നമുക്ക് കിട്ടിയ വീട്, നമ്മൾ ഇത്ര വർഷങ്ങൾ ജീവിച്ചു, അതുവഴി ആ വീടിൻ്റെ അന്തരീക്ഷം
ഞാൻ വിശുദ്ധി കൊണ്ട് നിറച്ചിട്ടാണോ പോകുന്നത്, അതോ അശുദ്ധി പതിപ്പിച്ചിട്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ചിന്ത എടുക്കണം. ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ സ്വാധീനമുണ്ടെന്നുള്ള ഓർത്താണ്. ഓരോ പ്രവൃത്തിക്കും ആത്മീയമായൊരു പ്രസക്തി ഇല്ലാത്ത ഒരു പ്രവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൂർവ്വികർ മരിച്ചു പോയവർ അവർ നമുക്ക് വിശുദ്ധിയുടെ നന്മയുടേത് പതിപ്പിച്ചിട്ടുണ്ടോ, തന്നിട്ടുണ്ടോ, അതനുസരിച്ച് കരുത്തുണ്ട്. അത് ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. മറ്റൊരു ചിന്ത പറഞ്ഞിരിക്കുന്നത്, അച്ഛൻ സൂചിപ്പിക്കുന്ന അത്ര വിശുദ്ധി ജീവിച്ചവരല്ലല്ലോ പല മാതാപിതാക്കളും പൂർവികരും. പലപ്പോഴും പാപ സാഹചര്യങ്ങളിലും ബലഹീനതകളിലും പെട്ടുപോയ ഒത്തിരി കുറവുകളുള്ള സാധാരണക്കാരായ മനുഷ്യരായിരുന്നു അവർ. ഇങ്ങനെ പറയുമ്പം നമുക്ക് പെട്ടെന്ന് തോന്നും, ഒരു സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കാൻ ഉള്ള ഒരു തമ്പരം വച്ചിരിക്കുന്ന ഒരു വിളിയെന്ന് പറയുന്നത് ഒത്തിരി കുറവുകളും പോരായ്മകളും പാപങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചാൽ മതി. സാധാരണക്കാർ ആരായി? സാധാരണക്കാർ ആർക്കാ തമ്പരം അങ്ങനെ അനുഭവം തന്നിരിക്കുന്നത്? ഒത്തിരി കുറവുകളും പാപങ്ങളും വീഴ്ചകളുമായിട്ട് കെട്ടയവസ്ഥ ജീവിക്കാൻ. പിന്നെ ആരാ വിശുദ്ധ ജീവിക്കാൻ പഠിക്കപ്പെട്ടിരിക്കുന്നത്? അച്ഛന്മാർ, സിസ്റ്റേഴ്സ് നോക്കുക, ചില പ്രത്യേക ആൾക്കാർ മാത്രമോ? അങ്ങനെ ഒരു തരംതിരിവ് തമ്പുരാനില്ല. നമ്മളെല്ലാവരും വിശുദ്ധ ജീവിക്കാൻ പഠിക്കപ്പെട്ടിരിക്കുന്നവരാ. എല്ലാവർക്കുള്ള നിർദ്ദേശമല്ലേ ഇപ്പം പറഞ്ഞ പോലെ പോഷ വിഡ്ഢി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് നരകത്തിലേക്കാണ്. സാധാരണക്കാർ പോഷ വിഡ്ഢി എന്ന് പറഞ്ഞാലും വൃത്തികേട് കാണിച്ചാലും വ്യർത്ഥ വാക്ക് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, സാധാരണക്കാരല്ലേ. അല്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമാണ്. അങ്ങനെയാണോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. നമുക്കെല്ലാവർക്കും ഒരുപോലെ ബാധകമായ വചന അനുശാസനങ്ങളും വെളിപ്പെടുത്തലുമാണ് ബൈബിളിൽ കാണുന്നത്. അത് അവഗണിക്കണ്ട. മനുഷ്യൻ പറഞ്ഞ ഓരോ വ്യർത്ഥ വാക്കിന് വരെ കണക്ക് കൊടുക്കേണ്ടി വരുമോ ഈശോ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞതാ. അങ്ങ് ചെല്ലുമ്പോൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിദേശം കണക്ക് കൊടുക്കും. ഓരോ വ്യർത്ഥ വാക്കിന് പോലും. എഫേസ്യ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ കാണാം, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെ, അശുദ്ധിയുടെ, ഏതെങ്കിലും തിന്മയുടെ ഒരു പേര് പോലും കേൾക്കരുത്. അങ്ങനെ ജീവിക്കാൻ പഠിക്കപ്പെട്ടവരാ നമ്മൾ കുർബാനയെ പ്രാർത്ഥിക്കുന്നില്ലേ? എല്ലാ നേരവും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാ. സ്നേഹമുള്ളവരെ, തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കാൻ വിഷമിക്കേണ്ട വരുത്ത എന്തുമാത്രം കടങ്ങളാണ്, അഴുക്കാണ് നമ്മളകത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഈ മീഡിയയിലൂടെ സാത്താൻ എന്തുമാത്രം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധമായിട്ട് ജീവിക്കുക എന്നുള്ളത് സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നൊരു ചിന്ത ഈ സഹോദരൻ പങ്കുവച്ചിരിക്കുകയാണ്. സാധാരണക്കാരല്ലേ, ഒത്തിരി കുറവും ബലഹീനതയും വീഴ്ചകളും പാപങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർ. അതൊക്കെ അങ്ങനെ ജീവിക്കാനല്ലേ വെച്ചിട്ടുള്ളോ? ആര് വെച്ചു? അപ്പം ഇങ്ങനെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമോ? എന്താ പറ്റുകയല്ലാത്തത്? തമ്പുരാൻ കൃപ തരും. എന്നാലും വീണു പോകുന്നു. എത്ര വീണാലും ഒരു ദിവസം തന്നെ 7 പ്രാവശ്യം വീണിട്ട് വന്നാൽ ക്ഷമിച്ചാൽ മതിയോ? പത്രോസ് ചോദിച്ചു, മത്തായി 18 ഈശോ പറഞ്ഞു 7:70. എന്ന് വെച്ചാൽ എത്ര വീണാലും നിനക്ക് തിരിച്ചു കയറാൻ തമ്പുരാൻ കരുണ നിൽക്കുന്നില്ലേ? നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങൾക്ക് മാത്രമല്ല, ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ള പാപങ്ങൾക്കും കൂടെ പരിഹാരം ചെയ്ത് കഴിഞ്ഞിട്ട് കർത്താവ് കാത്തിരിക്കുക. ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി, അനുദപിച്ചാൽ മതി. സഹമുള്ളവരെ, പാവം പിന്നെയും ചെയ്തു പോകുന്നു. തഴക്കദോഷമാണ്, ആസക്തിയാണ്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മദ്യപാനം, പുകവലി, അല്ല പോർണോഗ്രഫി, എന്തെങ്കിലും ലൈംഗിക പാപങ്ങൾ നിയന്ത്രിക്കാൻ മേല. എത്ര പ്രാവശ്യം നീ വീഴുന്നുണ്ട് ഒരു ദിവസം? 490 പ്രാവശ്യം വീണാലും ഒരു ദിവസം അനുദപിച്ച് വന്ന തമ്പുരാൻ സ്വീകരിക്കും. തിരിച്ചവരെ കഴുകി നിന്നെ ശുദ്ധീകരിക്കും. തമ്പുരാൻ്റെ വാഗ്ദാനമില്ലേ? അവിടെ സകല പാപത്തിനും പരിഹാരം ചെയ്ത് കഴിഞ്ഞതല്ലേ? നീ ഒരു പരിഹാരം ചെയ്യണ്ട. അതിനകത്ത് ചേറ്റ് പറഞ്ഞാൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതി. ക്ഷമിക്കണേന്ന് പറഞ്ഞത് അവൻ ചേർത്ത് പിടിക്കും. ഇത് ചെയ്യാൻ നിനക്ക് മനസ്സില്ലേ? അവിടെ എൻ്റെ ബലഹീനതയാ, അറിയാൻ സംഭവിച്ചു പോകുന്ന പറഞ്ഞ് നമുക്ക് എന്നെ ഒഴികഴിവിരിക്കുന്നത് ഒരിക്കലുമില്ല. അവിടെ സ്നേഹമുള്ള സാത്താൻ്റെ വലിയ കെണിയാണത്. ഞങ്ങളൊക്കെ സാധാരണക്കാരായ ആൾക്കാരാ, ലോകത്ത് ജീവിക്കുന്നവരാ. ഇങ്ങനെയൊക്കെ കടച്ച് നടക്കും. കുറേ വഴക്കും കാണവും പിണക്കവും പിന്നെ ഇച്ചിരി അശുദ്ധിയും ആസക്തിയും. ഇതൊക്കെ ഇങ്ങനെയാ, അതൊക്കെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാ. അങ്ങനെ ജീവിച്ചു പോയവരല്ലേ കാരണവന്മാർ. അപ്പോൾ അവരുടെ ജീവിതം പതിപ്പിച്ച തിന്മയിൽ ഇപ്പം നമ്മൾ ഉരുകുന്നു. നീ അങ്ങനെ ജീവിക്കാൻ പോവുകയാണോ? നീ പതിപ്പിക്കുന്നതിന് മക്കൾ കിടന്ന് ഉരുകാൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, പാപം ഒഴിവാക്കാനുള്ള വഴിയും കൃപയും കരുത്തും തമ്പുരാൻ നേടി തന്നിട്ടുണ്ട്. അതെടുക്കണം.
ഇനി എടുക്കാൻ ആത്മാർത്ഥത്തോട് നോക്കിയിട്ട് വീണ് പോവുകയാണോ? എത്ര വീണാലും തമ്പുരാൻ കൈ നീട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. തെറ്റിപ്പോയി ഒന്നേറ്റ് പറഞ്ഞാൽ മതി. കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറയാമല്ലോ, അല്ലെ പാപത്തിൻ്റെ അവസ്ഥ തന്നെ ഏറ്റു പറയാമല്ലോ. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിക്ക്, ആ കരുണിലേക്ക് വന്നേ, പാപം ഒഴിവാക്കിക്ക്. അങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അവിടെ സ്നേഹമുള്ള സഹോദരങ്ങൾ, ഈ കെട്ട പൈശാചിക ന്യായം തലയ്ക്കകത്ത് കയറ്റിയാക്കരുത്. ഞങ്ങൾ സാധാരണക്കാരായ ആൾക്കാരാ, ഞങ്ങൾ വലിയ സന്യാസിക്ക് വിളിക്കപ്പെട്ടവരല്ല, വലിയ വിശുദ്ധി വിളിക്കപ്പെട്ടവരല്ല. ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകും. സാത്താൻ്റെ വഴിയാണത്. ഒന്നുകിൽ ദൈവത്തോടു കൂടെ, അല്ല സാത്താൻ്റെ കൂടെ. രണ്ട് വഴിയേ ഉള്ളൂ. എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്കെതിരാളിയാണ്. ഇടുങ്ങിയ വഴി അല്ല നാശത്തിന് വിശാലമായ വഴി, ഇടയ്ക്ക് വേറെ വഴിയില്ല. ഒന്നുകിൽ തമ്പുരാനോട് ചേർന്ന് നിൻ്റെ ബലഹീനതയോ ആസക്തികളോ പാപമോ ഒന്നും പ്രശ്നമല്ല. ഏതൊരു വ്യക്തിക്കാണ് ഏറ്റവും ബലഹീനത, ഏതൊരു വ്യക്തിയാണ് ഏറ്റവും പാപത്തിൽ വിടാൻ ഇടവരുന്നത്, ആ വ്യക്തിയുടെ പിന്നാലെ താൻ വരുന്നുവെന്ന് ഈശോ പഠിപ്പിച്ചില്ലേ? വഴിതെറ്റി പോകുന്ന ഒരാടിൻ്റെ പിന്നാലെയാണ് പോകുന്നത് വിടയൻ, തെറ്റാത്ത 99 പിന്നാലെ എന്നതിനേക്കാൾ. എന്ന് വെച്ചാൽ നീയാണ് ഏറ്റവും പാപത്തിൽപ്പെടുന്ന ആൾ. ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ, ഈ സമൂഹത്തിൻ്റെ ഇടവകയിൽ കെട്ട പാപം, പിന്നെ പാപം, മദ്യപാനം, ഓർണകബി, വ്യഭിചാരം, സ്വയംഭോഗം, എന്തുമാകട്ടെ, പിന്നെ വീണ് പോവുകയാണ്. ഏറ്റവും കെട്ട അവസ്ഥയിൽ പോകുന്ന ആൾ നീയാണെങ്കിൽ നിന്റെ അടുക്കല തമ്പുരാൻ ബാക്കി പാപത്തിൽ വീഴുന്നില്ലാത്തൊരു പക്കരിക്ക് എന്നൊക്കെ നിൻ്റെ അടുത്ത് വരുന്നത്. അവിടെ സ്നേഹമുള്ളവരെ, നമുക്ക് പാപത്തിലൊക്കെ ഞങ്ങൾ ജീവിച്ചു പോകാനായിട്ട് സാധാരണക്കാരാണെന്നുള്ള ന്യായവും വചനത്തിൽ അടിത്തറയില്ല. തെറ്റിപ്പറ്റി പോകുന്നു, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, സംഭവിച്ചു പോകുക, എന്നാ ചെയ്യുന്നത്? അങ്ങനെ കരഞ്ഞ് നിരാശപ്പെടാൻ ആവശ്യമില്ല. ഈ ശല്ലത്തിൽ പരിഹരിച്ചത് കഴിഞ്ഞു അനുഭവിച്ച് ഏറ്റു പറഞ്ഞാൽ മതി. അവിടെ നമ്മൾ കർണന്മാരെ പറ്റി ചിന്തിക്കുന്നവരാകട്ടെ, നമ്മളെപ്പറ്റി ചിന്തിക്കുന്നവരാകട്ടെ, ഇതിങ്ങനെയൊക്കെയാണെന്ന ചിന്ത സാത്താനായിട്ട് തരുന്നത്. അത് വേണ്ട. ഒരു മറ്റൊരു സംശയം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് അനേകം ചോദിക്കുന്ന സംശയമാണ്. ദൈവകൃപ പാപത്തേക്കാൾ ശക്തമല്ലേ അച്ഛാ? ദൈവത്തിൻ്റെ കൃപയില്ലേ? നമ്മൾ വീട് പള്ളി നഷ്ടമെന്ന് വ്യഞ്ചരിച്ചില്ലേ? തീർന്നില്ലേ? പിന്നെ അതിനപ്പുറം വല്ലതും ചെയ്യാനായിട്ടുണ്ടോ? ദൈവകൃപ പാപത്തേക്കാൾ, ഏത് പാപത്തേക്കാളും ശാഖത്തേക്കാളും ശക്തമാണ്. ഇവിടെ ഈ വശം പറഞ്ഞിരിക്കുകയാണ്, പൊതുസംസ്കാര ശുശ്രൂഷകളിലും അതിനുശേഷവും സഭ കബറിടങ്ങളിലും വീടുകളിലും നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കബറിടങ്ങളെയും വസ്തുക്കളെയും ഭീതിയോടെ കാണേണ്ടതുണ്ടോ? സഭയുടെ വെഞ്ചരിപ്പുകൾ വഴി ഏതൊരു ഭൗതിക വസ്തുവിനെയും വിശുദ്ധീകരിക്കാൻ സാധിക്കില്ലേ? സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1670 നമ്പരും ഈ മനുഷ്യൻ ചോദിച്ചിരിക്കുകയാണ്. 1667 മുതൽ 68, 69, 70 അതെല്ലാം ഈ കുദാശ അനുകരണങ്ങൾ വഴിയുള്ള വിശുദ്ധീകരണ സഹായങ്ങൾ സഭയിലുള്ളതിനെക്കുറിച്ച് പറഞ്ഞു വന്നിരിക്കുന്നത്. CCC 1667 മുതൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈശോയുടെ കുരിശിലെ ബലിയുടെ ഫലം സ്വീകരിക്കാൻ ആളുകളെ സജ്ജരാക്കുന്ന, അവർക്ക് അവസരം തുറന്നു കൊടുക്കുന്ന ശുശ്രൂഷകളാണ് കുദാശകളും കുദാശ അനുകരണങ്ങളും. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അപ്പം തന്നെ കാര്യം നടക്കുമെന്ന് ചിന്തിക്കരുത്. അല്പം വിശദീകരിക്കാം. വീണ്ടും ഇവിടെ പറയുകയാണ്, തിന്മകൾക്ക് വിശുദ്ധിയോളം തന്നെ ശക്തിയുണ്ടെന്നൊരു ഭയം വിശ്വാസികൾക്ക് ഉണ്ടാകാൻ ഇടവരുത്തുകയല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചാൽ. വീണ്ടും പറയാണ്, പദവിയുടെ വിശുദ്ധി. ഏതൊക്കെ പദവിയാ? അപ്പനമ്മമാരുടെ പദവി, അല്ലെങ്കിൽ അച്ഛനാന്നുള്ള പദവി, വൈദ്യൻ, വികാരിച്ചം എന്ന് വ്യഞ്ചരിക്കുന്നു, മാതാപിതാക്കളല്ല. അങ്ങനെ പദവിയുടെ വിശുദ്ധി വ്യക്തിപരമായ വീഴ്ചകൾ ശാശ്വതമാണെന്ന ആത്മവിശ്വാസമല്ലേ അച്ഛ വിശ്വാസത്തിൽ കൂടെ ആശ്വാസം നടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം ആശ്വാസത്തിൻ്റെ മേഖല. അപ്പം ഇവിടെ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ? ഒരു ആത്മവിശ്വാസം എന്താ? പദവിയുടെ വിശുദ്ധി അല്ലേ പവറ് വീഴ്ചകളെക്കാൾ വലുതല്ലേ? അല്ല സ്നേഹമുള്ളവരെ, പദവിയുടെ വിശുദ്ധി കൊണ്ടോ മിടുക്ക് കൊണ്ടോ വലുപ്പം കൊണ്ടോ ഒരു മെച്ചം ഉണ്ടാവുകയല്ല. നമ്മൾ ഉള്ളുറ സ്വീകരിക്കുന്നില്ല എങ്കിൽ. ഞാൻ ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്, അൾത്താരയിൽ ഈശോയ്ക്കൊപ്പം നിന്ന മെത്രാ സ്ഥാനത്ത് ഈശോയ്ക്കൊപ്പം നിന്ന് അന്ത്യത്താഴത്തിൽ ബലിയർപ്പിച്ച ആളാണ് യൂദാസ് കറിയാത്ത. ഈശോയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു. നമ്മൾ പറയുന്നില്ലേ, കുർബാന ഈശോ സ്ഥാപിച്ച അന്ത്യത്താഴത്തിലാണ്, പൗരോഹിത്യം സ്ഥാപിച്ച അന്ത്യത്താഴം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈശോ 12 പേരെ മെത്രാഭിഷേകം കൊടുത്ത്, വൈദികരുടെ പൂർണ്ണത, പൗരോഹിത്യ പൂർണ്ണത മെത്രാഭിഷേകം കൊടുത്ത് ഒപ്പം നിർത്തി ആദ്യത്തെ പുത്തൻ കുർബാന അർപ്പിച്ച അന്ത്യത്താഴം ആ വേള ഈശോ അപ്പം പിഞ്ഞു എടുത്ത് കുർബാന സ്ഥാപിക്കുന്ന അവസരം. അങ്ങനെ ആൾക്കാർ ഈശോയ്ക്കൊപ്പം പുത്തൻ കുർബാന അർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പം നവ അഭിഷിക്തരായി നിൽക്കുന്ന ഈ 12 മെത്രാന്മാർ, ഈ അപ്പസ്തോലൻ യൂദാസ് ഈശോയുടെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചു. സാത്താൻ വന്ന് കയറി. ഏത് പദവി അവിടെ ഉപകാരപ്പെട്ടത്? മെത്രാനാണെന്ന പദവി, അപ്പസ്തോലനാണെന്ന പദവി, ബലിയർപ്പിക്കുക എന്നുള്ള പദവി, അത്താരം നിൽക്കുന്നതിൻ്റെ പദവി, ഈശ്വര കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിക്കുന്നത്, ഇതൊന്നും ഉപകാരപ്പെട്ടില്ല. അതുകൊണ്ട് വൈദികനാകട്ടെ, മെത്രാനാകട്ടെ, മാർപ്പാപ്പയാണെ പോലും
ആ പദവി കൊണ്ട് മാത്രം ഉപകാരമില്ല. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തമ്പുരാൻ്റെ പക്കലേക്ക് ചേർന്ന് നിൽക്കാൻ ജാഗ്രത എടുക്കണം. സാത്താൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ, പഴയ നിയമത്തിലെ മാർപ്പാപ്പയാണല്ലോ പ്രധാന പുരോഹിതന്മാർ. ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നുണ്ട്, ഒന്നിനും എടുത്തു പറയുകയാണ്. പഴയ നിയമത്തിലെ ഒരു പ്രധാന പുരോഹിതൻ ജോഷുവെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് സക്കറിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ. അദ്ദേഹത്തിൻ്റെ മകൻ സാത്താൻ നിൽക്കുന്നു, സാത്താൻ മാറുന്നില്ല. ദൈവമായ കർത്താവ് ശാസിച്ച് 2 പ്രാവശ്യം, സാത്താൻ പോകുന്നില്ല. അവസാനം തമ്പുരാനായ പ്രധാന പുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ പാപങ്ങൾ, അകൃത്യങ്ങളായിരുന്നു. ഒരു മാലാഖയെ കണ്ട മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി സാത്താൻ വിട്ടുപോയി, അവിടെ കാണുന്നില്ല. അവിടെ അടുത്ത വാക്യം നമ്മൾ വായിക്കുകയാണ്, 6-7 വായിക്കുമ്പോൾ കാണാൻ പറ്റും. ദൈവമായ കർത്താവ് ജോഷുവ പ്രധാന പുരോഹിതൻ, അന്നത്തെ മാർപ്പാപ്പയാ, പറയുകയാണ്, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ കൽപ്പന നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ നീ ഈ അഭിഷേകത്തിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിലോ ഇതുപോലെ സാത്താൻ വന്ന് കയറി നിൻ്റെ അടുത്ത് നിൽക്കും. മാറ്റാൻ ഒരു മാർഗവുമില്ല. അന്നത്തെ മാർപ്പാപ്പയാണ്. പക്ഷേ 2 കാര്യം പറയുകയാണ്, എൻ്റെ മാർഗത്തിൽ ചരിച്ചാൽ, എൻ്റെ നിർദ്ദേശം പാലിച്ചാൽ. ഏതോ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ മാർഗം വിട്ട് ഈ പ്രധാന പുരോഹിതൻ പോയി, സാത്താൻ്റെ വഴിയെ പോയി. കുഞ്ഞു കാര്യമായിരിക്കാം. ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കുക, സാത്താൻ നിർദ്ദേശം അനുസരിച്ചു. സാത്താൻ വന്ന് അവിടെ കയറുകയാണ്. പ്രധാന പുരോഹിതൻ്റെ പക്കം സാത്താൻ വന്ന് നിൽക്കുന്നു. മാർപ്പാപ്പയുടെ അവസ്ഥയിലുള്ള ആളാണ്, സ്ഥാനത്തുള്ള ആളാണ്. പദവി കൊണ്ട് എന്നാ ഉപകാരം? പദവി കൊണ്ട് എന്നാ ഉപകാരം? പത്രോസ് 1-ാമത്തെ മാർപ്പാപ്പ, മത്തായി 16 കാണുന്നില്ല, 18-19 വാക്യങ്ങളിൽ, നീ പാറ, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും, താക്കോല് നിറയ്ക്കാൻ തരുന്നു. ഇല്ല, മാർപ്പാപ്പയുടെ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. അതിന് മുകളിൽ വേറെ ആരാ ഉള്ളത്? അപ്പസ്തലന്മാർക്കിടയിൽ 1-ാമത്തെ മാർപ്പാപ്പ. അങ്ങനെ ഈശോയുടെ താക്കോലും വാങ്ങിച്ച്, ഞാൻ വിചാരിക്കും ഈ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈശോ വിടർന്ന കണ്ണുകളെ പത്രോസിനെ നോക്കി അടുത്തോട്ട് ചെന്നു, കെട്ടിപ്പിടിച്ച് എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ സ്വർഗസ്ഥനായ പിതാവാ പത്രോസെ, നിനക്കത് വെളിപ്പെടുത്തിയത് മാംസരക്തങ്ങളല്ല, ദൈവത്തിൻ്റെ വെളിപാടാ. ഇതെനിക്കൊരു അടയാളമാണ്. എന്താണ് അടയാളം? ഈ 12 പേരിൽ നീയാണ് അപ്പോസ്തല പ്രമുഖനായിട്ട് വരണം, 1-ാം മാർപ്പാപ്പ. ഇത് സ്വർഗത്തിന് താക്കോൽ നിറയ്ക്കാൻ തരികയാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് മാർപ്പാപ്പയുടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് അടുത്തത് ഈശോ പറഞ്ഞ് നമുക്കറിയാം, പീഡാനുഭവത്തിൽ 1-ാമത്തെ വെളിപാടാണ്, പ്രവചനമാണ്. അത് കേൾക്കുന്ന പത്രോസ് ഈശോ മാറ്റി നിർത്തി തടസ്സം പറഞ്ഞു. ഈശോ നേരെ സാത്താനെന്ന് വിളിച്ചു. അപ്പം 1-ാം മാർപ്പാപ്പയോട് പ്രഖ്യാപിക്കപ്പെട്ട പത്രോസിൻ്റെ വായിൽ നിന്ന് പിന്നെ ആദ്യം വന്ന സാത്താൻ്റെ വാക്കുകളാണ്. ഈശോ അടുത്ത് നിൽക്കുമ്പം പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ച വാക്ക് പറഞ്ഞിട്ട് ആ നാവേൽ അതിന് ചൂടാറിയിട്ടില്ല. ആദരങ്ങളിൽ പിതാവിൻ്റെ വാക്ക് ഉള്ളിൽ കിട്ടി, അത് പങ്കുവെച്ച് പരസ്യമായിട്ട് ഈശോയുടെ ആലിംഗനത്തിൻ്റെ ചൂടും മാറിയിട്ടില്ല. അങ്ങനെ നിന്ന പത്രോസിൻ്റെ അധരത്തിലൂടെ സാത്താന് സംസാരിക്കാൻ പറ്റി. 1-ാമത്തെ മാർപ്പാപ്പയ്ക്ക് എവിടെയാ ആ പദവി കൊണ്ട് സംരക്ഷണം കിട്ടിയത്? സഹവളർ, അങ്ങനത്തെ ഒരു പദവിയും നമ്മൾ ചിന്തിക്കേണ്ട. ഞാൻ അച്ഛനായതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, ഒന്നും പേടിക്കാനില്ല. അല്ല, എവിടെയെങ്കിലും ഞാൻ തമ്പുരാൻ്റെ നിർദ്ദേശം അവഗണിച്ച് തമ്പുരാൻ്റെ വഴി വിട്ട് ചുവട് വെച്ചോ, ആ നിമിഷം, ഒരു നിമിഷം മതി എനിക്ക് തട്ടുകെട്ടാൻ. അതാണ് ദൈവഭയം. ജാഗ്രത വേണം. മാതാപിതാക്കൾ എന്നുള്ള പദവി, മക്കളുടെ മേലുള്ള അധികാരം, അതുകൊണ്ട് അവരെന്ത് ചെയ്താലും അത് കുഴപ്പമില്ല. ആ മാതാപിതാക്കളുടെ അധികാരത്തിൽ എല്ലാം ഭംഗിയായിട്ട് പോകും. അങ്ങനെയല്ല. മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിൻ്റെ പദവിയുടെ സ്ഥാനം വെച്ച് മാതാപിതാക്കൾ ചെയ്യുന്ന നന്മകൾ മക്കളുടെ ഉള്ളിലേക്ക് ഇറങ്ങും, അവർ ചെയ്യുന്ന തിന്മകളും ഉള്ളിലേക്ക് നേരെ ഇറങ്ങും. ആശുപത്രി രോഗി കിടക്കുക, ഡ്രിപ്പിട്ട് മരുന്ന് കൊടുക്കുകയാണ്, നേരെ ഞരമ്പിനകത്തോട്ട്, ഇല്ലേ, മരുന്ന് കൊടുക്കുകയല്ലേ കുപ്പിക്കകത്തൊന്നും. അത് ഭക്ഷണത്തിന് മരുന്ന് കഴിക്കാൻ കൊടുക്കുന്നതിനേക്കാളും നേരെ ഇഫക്റ്റീവാണ്, അല്ലേ. നേരെ ഞരമ്പിൻ്റെ രക്തത്തിലേക്ക് നേരെ ചെന്നിട്ട് ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ ഫലമുണ്ടാക്കുന്ന അകത്തേക്ക് മരുന്ന് കയറ്റുന്ന പരിപാടിയാണ് ഡ്രിപ്പിട്ട് കൊടുക്കുക. നേരെ അകത്ത് കിട്ടും. അതുകൊണ്ട് ആ ട്യൂബിലൂടെ ഒരു അണുബാധയില്ലാത്ത തനി മരുന്ന്, ശുദ്ധമായ മരുന്ന് മാത്രമേ അകത്ത് ചെല്ലാവുള്ളൂ. വളരെ ഗൗരവമാണത്. എന്നാൽ ആരെങ്കിലും അശ്രദ്ധമായിട്ടല്ല മനഃപൂർവ്വം ഈ ഡ്രിപ്പിനകത്ത് ഇച്ചിരി വിഷാംശം കലർത്തിയാലോ, ഇച്ചിരി വിഷാംശം കലർന്നാലോ നേരെ അകത്ത് ചെല്ലാനുള്ള പോസിബിലിറ്റി അവിടെ, ആ വിഷം നേരെ അകത്ത് ചെല്ലും. എന്ന് പറഞ്ഞ പോലെ മക്കളുടെ ലൈഫിലേക്ക്, ഇവിടെ വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് ഡ്രിപ്പ് വഴി മരുന്ന് കയറ്റുന്ന പോലെ മക്കളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവ അനുഗ്രഹവും നന്മയും കയറ്റിക്കൊടുക്കാനുള്ള അവകാശവും അവസരവുമാണ് മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള അധികാരത്തിൻ്റെ പദവി വഴി തന്നിരിക്കുന്നത്. ഒരച്ഛന് ഇടവക്കാടെ മേൽ ഉണ്ട്. ഞാനൊരു ധ്യാനത്തിനിടയ്ക്ക് പറയും, ഞങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പം
ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച അച്ഛന്മാർ, ഒരു മങ്കുഴിക്കരച്ചനുണ്ടായിരുന്നു, വല്യച്ഛൻ. അച്ഛൻ ഇങ്ങനെ പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ പങ്കുവെക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞ കമൻ്റുണ്ട്, മക്കളെ നിങ്ങളൊക്കെ അച്ഛന്മാരായി ഇടവകളൊക്കെ ആയിരിക്കുമ്പം പല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരുണ്ടാവും. മല്ലും വഴക്കും വക്കാണവും നിങ്ങൾക്കെതിരെ ഓമക്കത്തുകളും പരിഹാസങ്ങളും എതിർപ്പും കവല മീറ്റിങ്ങും ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. എത്ര തിന്മ ആൾക്കാർ കണ്ടാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ശാപത്തിൻ്റെ പ്രാക്കിൻ്റെ വാക്ക് വന്നേക്കരുത്. എന്തു വന്നാലും വന്നേക്കരുത്. കാരണം അത് വല്ലാണ്ട് യേശു. നമുക്ക് ഒത്തിരി അനുഭവങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. അച്ഛന്മാരുടെ വായിൽ നിന്നൊക്കെ ഓരോന്ന് വന്നിട്ട് അത് കടന്ന് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഭരിച്ച് കടന്ന് എന്തുമാത്രം സംഭവങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാനുണ്ടാവും. അപ്പോൾ ഈ അച്ഛനിങ്ങനെ പറയും, കാരണം അച്ഛൻ പറയാണ്, നിങ്ങൾക്ക് ആ ജനത്തിൻ്റെ മേൽ ദൈവം അധികാരം തന്നിരിക്കുക. അപ്പനും അമ്മയ്ക്കും മക്കളുടെ മേലുള്ള അധികാരം ദൈവദത്തമായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് അധികാര നിയമന പത്രം 10 വഴിയായിട്ട് ആ ജനത്തിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക, അവരെ മേൽ അനുഗ്രഹിക്കാൻ. എന്തിനാണ് ഈ ട്രിപ്പ് സൂചി കയറ്റിയിട്ട് ട്രിപ്പിട്ട് കടത്തിയിരിക്കുന്ന ആശുപത്രി രോഗിയെ? ട്രിപ്പ് സൂചി കയറ്റി എന്തിനാ? നല്ല മരുന്ന് നേരെ അകത്ത് ചെന്ന് ആൾ പെട്ടെന്ന് സൗഖ്യത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. ആ ഉത്തരവാദിത്വമുള്ള ആൾക്കാർ അങ്ങനെ കൊടുക്കുകയുള്ളൂ. അങ്ങനെ കിടക്കുന്ന അങ്ങനെയാണ്. അവിടെ അശ്രദ്ധമായിട്ട് ഹാലേ ലോയ ഹാലേ ലോയ ഹാലേ ലോയ സ്നേഹമുള്ള അപ്പന്മാരെ അമ്മമാരെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ദൈവം അധികാരം നൽകിയത് ആത്മീയമായ കാര്യങ്ങൾ നിറയ്ക്കാനായിട്ടാണ്. അതിനകത്ത് വിഷം കയറ്റി വെക്കരുത്. വെക്കുന്നുണ്ട് അനേകർ, അറിഞ്ഞോ അറിയാതെ അശ്രദ്ധമായിട്ട് വിഷം കയറ്റുന്നുണ്ട്. എങ്ങനെ വിഷം കയറ്റുന്നത്? നിങ്ങൾ മടുത്ത് വെറുത്ത് ചതഞ്ഞിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് ശാപത്തിൻ്റെയും പ്രാക്കിൻ്റെയും ഒക്കെ വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് മക്കളുടെ നേർക്ക് വരുമ്പം ഈ ട്യൂബിനകത്തൂടെ വിഷത്തുള്ളികൾ കയറ്റി കൊടുക്കുന്ന അനുഭവം വരുന്നത് നേരെ അകത്ത് ചെല്ലുകയാണ്. അപ്പോൾ പദവി എന്ന് പറയുന്നത്, വികാരിച്ചൻ്റെ പദവി, മെത്രാൻ്റെ പദവി, അപ്പൻ്റെ പദവി, അമ്മയുടെ പദവി, പങ്കാളിയുടെ പദവി, അത്ര ഉള്ളിലേക്ക് ബന്ധമുള്ള പദവിയാണ്. ആ പദവി അനുഗ്രഹിക്കാൻ വലിയ കരുത്തുള്ളതാണ്. അതുപോലെ തന്നെ തിന്മ കയറാനും കയറ്റാനും വലിയ കരുത്തുള്ളതാണ്. അതുകൊണ്ടാണ് പ്രഭാഷണ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും, അമ്മയുടെ ശാപം മക്കളുടെ ഭവനത്തിൻ്റെ അടിത്തറ ഇളകിപ്പോകും. അനുഗ്രഹം കരുത്തുള്ളത് കൊടുക്കും, ശാപം വല്ലാത്ത തിന്മ ഇളക്കി കൊടുക്കും. അതുകൊണ്ട് അപ്പനും അമ്മയും എന്നുള്ള പദവി ആയതുകൊണ്ട് അവർ എന്നാ ചെയ്താലും കുഴപ്പമില്ലെന്നല്ല, അവർ ചെയ്യുന്നതിന് കൂടുതൽ കുഴപ്പം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുഴപ്പം അത് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ അതിനെപ്പോഴും പറയും, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. നിങ്ങളുടെ അതിന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടരുത്. ഒരിക്കലും 10-17 വയസ്സിലെ പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് അമ്മയും അപ്പനും കൂടെ ധ്യാനിക്കാൻ വന്നു. അമ്മ അടുത്ത കൊച്ചെപ്പോഴും ഇരിക്കുക ധ്യാനം 10-17 വയസ്സുണ്ട്. അവൾക്ക് ഡിപ്രഷനാണ്. ഞാനിവിടെ എനിക്ക് പറയാറുണ്ട് ഡിപ്രഷൻ. അപ്പം ധ്യാനം കഴിയാറായപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ബോധ്യം കിട്ടി. ഇങ്ങനത്തെ കുറേ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പം അമ്മ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, കൊച്ചിനെ നിർത്തിക്കൊണ്ട് വെച്ചാൽ എൻ്റെ കൊച്ചിന് ഡിപ്രഷൻ വന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായി. എന്താണ്? ആ കുടുംബത്തിലെല്ലാവരും അല്പം തൊലി വെളുപ്പുള്ളവരാണ്. ഈ പെങ്കുച്ച് മാത്രം അല്പം തൊലി കറുത്തതാണ്. അവിടെ കൊച്ചുനാൾ മുതലേ ഇവളെ നോക്കിക്കൊണ്ട് ഈ അപ്പനും അമ്മയും എല്ലാവരും കറമ്പി എന്ന് പറഞ്ഞ വിളിയാണ്. കറമ്പി എന്ന് പറഞ്ഞ വിളിയാണ്. ഇത് കേൾക്കുമ്പോഴൊക്കെ കൊച്ചിങ്ങനെ ചിരിക്കും. പക്ഷെ ഉള്ളിൽ നൊമ്പരപ്പെടുകയാണ്. ആ കൊച്ചുനാളൊക്കെ അങ്ങനെ അങ്ങ് പോയി മുഖം പാടിയൊക്കെ. ഇത് കേട്ട് കയറി വന്നപ്പോൾ കൗമാരമൊക്കെ ആയി 11 വയസ്സായപ്പോഴത്തേക്കും ഡിപ്രഷനായി. എവിടുന്ന് വന്നു ഈ ഡിപ്രഷൻ? നല്ല മിടുക്കി കൊച്ച്. അവളെ നിർത്തിക്കൊണ്ട് അമ്മ പറയാം, അച്ഛാ ഞാൻ ഇന്നലെ ഇവിടെ അന്യ ശുശ്രൂഷ ഞാൻ കാലേ പിടിച്ച മാപ്പ് കരഞ്ഞോണി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഞാൻ പറഞ്ഞു, മോളെ അമ്മയുടെ വായിൽ നിന്ന് കൊച്ചൻ്റെ ഉള്ളിലേക്ക് അമ്മ അറിയാതെ ഇട്ട് തന്ന ഈ വിഷം മോളെ തകർത്തത് അതാന്ന് എനിക്ക് മനസ്സിലായി. ക്ഷമിക്കണം മോളെ, ക്ഷമിക്കണം. ഞാൻ മാപ്പ് ചോദിച്ചാ ഈ അമ്മ പറയാണ്. ശേഖമുള്ളവരെ, അമ്മയ്ക്ക് തിരിച്ചറിവ് കിട്ടി. നമുക്ക് തിരിച്ചറിവ് കിട്ടുന്നുണ്ടോ? സെമിനാറിൽ ഞങ്ങളുടെ വെല്ലിച്ചൻ പറഞ്ഞു, അച്ഛന്മാരെ നിങ്ങൾ അച്ഛന്മാരാകും പ്രദേശത്തെ എന്തെല്ലാം തിന്മയും കുരുത്തക്കേടും ആൾക്കാർ പലതും കാണിക്കും. കള്ള് കുടിച്ചും തെറി പറയും, നിങ്ങളെപ്പറ്റി അതിശയം പറയും, ഇല്ല കഥ പറഞ്ഞു വരത്തും, ഓടിച്ചിടിച്ചിറക്കും, വണ്ടി തടയും, ഒക്കെ ആയിക്കോട്ടെ. ഒരഴുക്ക് വാക്ക്, ശാപത്തിൻ്റെ പ്രാക്കിൻ്റെ വാക്ക് വായിന്ന് വന്നേക്കരുത്. ആരും ചിന്തിക്കുകയും ചെയ്തേക്കരുത്. ഈ അച്ഛൻ വെല്ലിച്ചൻ പറഞ്ഞത് ഇത് നമ്മളെല്ലാവരെയും പറ്റി വാസ്തവമാണ്. സ്നേഹമുള്ളവരെ, എല്ലാവരെയും പറ്റി വാസ്തവമാണ്. അവിടെ എന്തെങ്കിലും പദവി എന്നൊക്കെ പറയും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വം കൂടിയാണ്. ഗൗരവമുള്ള ഉത്തരവാദിത്വമാണ്.
അതുകൊണ്ട് നമ്മുടെ പൂർവികരെ പറ്റി ചിന്തിക്കുമ്പോഴും നമ്മുടെ മക്കളെ ചിന്തിക്കുമ്പോഴും എല്ലാം ഈ ഒരു മേഖല നമ്മൾ ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട്, ഈ ദൈവകൃപ പാപത്തേക്കാൾ ശക്തമല്ലേ? വെഞ്ചിരിപ്പ് ശാപത്തേക്കാൾ ശക്തമല്ലേ ചോദിക്കുമ്പം തമ്പുരാൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയെല്ലാം അനന്തമാണ്. കൃപയ്ക്ക് മേൽ കൃപ. ഈശോയുടെ പൂർണ്ണതയിൽ നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ 16-17 വാക്യങ്ങൾ, കൃപയ്ക്ക് മേൽ കൃപ. പക്ഷെ അതുകൊണ്ട് മാത്രം അത് നമുക്ക് ഉപകാരപ്പെടണമെന്നില്ല, നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ. ലൂക്കാ 22 പെസഹ ഭക്ഷണമധ്യേ ഈശോ പത്രോസോട് പറഞ്ഞ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സാത്താൻ ഗോതമ്പ് പാറ്റുന്നവരെ പാറ്റിക്കൊഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഈശോയുടെ പ്രാർത്ഥന ക്ഷമയോനെ പേര് പറഞ്ഞ് ഈശോ കൊടുത്ത ആള് ആയിരുന്നിട്ടും ആ രാത്രി പത്രോസ് വീണു ദയനീയമായി. 3 പ്രാവശ്യം ശപിച്ച് ആണയിട്ട് ഈശോയെ തള്ളി പറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു? ലൂക്കാ 22:34 പറയുന്നുണ്ട്, സാത്താൻ ഗോതമ്പ് പാറ്റുന്നവരെ പാറ്റിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നമ്മളെല്ലാവരുടെ പக்கம் നോക്കുന്നുണ്ട്. അപ്പം പത്രോസിന് ഈശോയുടെ നേരിട്ട് ഈ വിഷയം വെച്ചുള്ള പ്രാർത്ഥന കിട്ടിയിട്ടും ആ രാത്രിയിൽ മണിക്കൂറുകൾക്കുള്ളിൽ പത്രോസ് വീണു. കാരണം പത്രോസ് ആ രാത്രി പ്രാർത്ഥിച്ചില്ല. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പത്രോസ് കിടന്ന് ഉറങ്ങി വീണു. കണ്ടോ? അപ്പോൾ അത് കൃപാപരം. നമുക്ക് ഒരു അച്ഛൻ വന്ന് വെഞ്ചരിക്കുന്നു. അച്ഛൻ എത്ര വെഞ്ചരിച്ചാലും അത് നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. കാരണം കൃപാപരങ്ങൾ പ്രവർത്തിക്കുന്നത് വ്യക്തിയുടെ ജീവിതങ്ങളിലാണ്. ഇവിടെ ഒരു വ്യക്തിയോട് സംശയം ചോദിച്ചിട്ടുണ്ട്, അച്ഛാ, ഈ വസ്തുക്കളുടെ വിശുദ്ധീകരണമാണോ ആൾക്കാരുടെ വിശുദ്ധീകരണമാണോ പ്രധാനപ്പെട്ടത്? നല്ല ചോദ്യമാണ്. ആൾക്കാരുടെ വിശുദ്ധീകരണം പ്രധാനപ്പെട്ടത്. ആളുകളുള്ളിൽ വിശുദ്ധി നിറച്ചെടുത്താൽ അവർ വഴി ദൈവമക്കളെ വെളിപ്പെടുത്തുന്ന സൃഷ്ടപ്രപഞ്ചം ആകാംക്ഷ കാത്തിരിക്കുന്നു. നിന്റെ വീട്ടിൽ എന്തുമാത്രം നന്മയുണ്ടായിക്കോട്ടെ, ഗാഗുൽത്താ മലമുകൾ എന്തുമാത്രം കെട്ട സ്ഥലമാണ്, തലയോടിൻ്റെ സ്ഥലമെന്ന് പറയുന്നു. അത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തിൻ്റെ കബറുടെ പടിയായിരുന്നു, ആദ്യത്തിൻ്റെ തലയോട് അങ്ങനെ വെച്ചെന്ന് പറയുന്നു. തലയോട് പോലുള്ളൊരു ഗുഹ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടെന്ന് പറയുന്നു. ഓക്കെ, അതിനേക്കാൾ അപ്പുറം സിമ്പിളായിട്ടുള്ളൊരു വ്യാഖ്യാനം പറയുന്നത്, അനേകരെ കൊണ്ട് ക്രൂശിച്ച് കുരിശ് തറച്ചിട്ടിട്ട് അവരങ്ങനെ മരിച്ച് ചീഞ്ഞഴിഞ്ഞ് മൃതശരീരം നിരത്ത് വീണ് തലയോടുകൾ ചെതറിക്കിടന്നിരുന്ന സ്ഥലം. ഏത് വ്യാഖ്യാനം ആയിക്കോട്ടെ, നമുക്കറിയാം കെട്ട കുറ്റവാളികളെ ക്രൂശിച്ചൊരു സ്ഥലമാണ്. അവരിങ്ങനെ ശപിച്ചും പ്രാഗിയും ദൈവത്തെ നിന്ദിച്ചും അങ്ങനെ മരിച്ച് അവിടെ ചേഞ്ച് കിടന്നിരുന്നു. ഈശോയുടെ മൃതശരീരമൊക്കെ തലേദിവസം കുരിശിൽ ഇറക്കി, കാരണം വലിയ പെസഹ ആയതുകൊണ്ടാണ്. അല്ലാത്ത ഇറക്കാൻ പോവുകയില്ല, അവിടെ കിടക്കുകയുള്ളൂ. അങ്ങനെ തലയോടുകളും അസ്ഥികളും ചെതറിക്കിടക്കുന്നു. ദുർശേഷിപ്പുകളാണ് ഭൂരിഭാഗവും. ദുർശേഷിപ്പുകൾ ചെതറിക്കിടക്കുന്ന ഇടം. അവിടെ ഈശോയുടെ ബലി പൂർത്തിയായപ്പം, ആ തിരിച്ചോര ഒഴുകി ഇറങ്ങിയപ്പം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിലൊന്നാണ് ഗാഗുൽത്താ മല. കണ്ടോ? ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളൊന്നാണ് ഗാഗുൽത്താ മല. എങ്ങനെ വന്നു? ഏറ്റവും കെട്ട സ്ഥലം. ഈശോയുടെ പരിഹാര ബലിയുടെ സാന്നിധ്യം വന്നപ്പം വിശുദ്ധീകരിക്കപ്പെട്ടു. അവിടെ നമ്മളായിരിക്കുന്ന വീടും പറമ്പും ഒക്കെ എത്ര കെട്ടതായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും, എത്ര കെട്ട ദുർശേഷിപ്പുകൾ എ ഗ്രേഡോ ബി ഗ്രേഡോ സി ഗ്രേഡോ ഉണ്ടെങ്കിൽ പോലും തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളതിൽ എടുത്തുകൊണ്ട് കയറി ചെല്ലാമെങ്കിൽ, അവിടെ അറിഞ്ഞുകൊണ്ട് പെരുമാറാമെങ്കിൽ, അവിടെയുള്ള തിന്മകൾ നമുക്ക് കെടുത്തി എടുത്ത് ആ സ്ഥലത്ത് വിശുദ്ധീകരിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മുടെ ഓരോരുത്തരുടെ വീടും പറമ്പും ആ വീട്ടിലെ വസ്തുക്കൾ കാത്തു കിടക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വെഞ്ചരിപ്പ് വഴി അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധമായ ജീവിതം വഴി വെഞ്ചരിപ്പ് വഴി ഉപകാരം ഉണ്ടാകുന്നത് നമ്മുടെ ലഭ്യതയ്ക്ക് എടുക്കുമ്പോഴാണ്. ഞാനെന്ന വ്യക്തിയുടെ ഉള്ളത്തിൽ പറയാറില്ലേ, മരുന്ന് കുത്തിവെച്ച് കയറ്റാം, ഭക്ഷണം വേണമെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന വ്യക്തിക്ക് ട്യൂബ് ഇട്ട് കൊടുക്കാം, ഉപകാരം ഉണ്ടാകും. പക്ഷെ ദൈവരാജ്യം, ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് ഒരു വ്യക്തി ഉള്ളുകൊണ്ടെടുക്കാതെ കെട്ടത്തില്ല. അതുകൊണ്ട് വെഞ്ചരിപ്പ് ശാപത്തേക്കാൾ ശക്തമല്ലേ എന്ന് ചോദിക്കുമ്പം ശക്തമാണ്. നമ്മൾ എടുക്കുന്നില്ല, ഉപകാരപ്പെടുകയല്ല. യൂദാസിന് ഈശോയുടെ നേരിട്ടുള്ള ബലിയർപ്പണത്തിൻ്റെ അവസരം പോലും അന്ത്യത്താഴത്ത് നിന്നിട്ട് ഉപകാരപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ആ സമയത്ത് സാത്താൻ വന്ന് കയറി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ 2 കാര്യം ഇല്ലായിരുന്നു. ഒന്ന്, വചനത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല.
ഈശോ പറയുന്നത് വിശ്വസിക്കുമായിരുന്നില്ല. വചനം പറയുന്നുണ്ടല്ലോ, അത് യോഹന്നാൻ 6:64 വാക്യം. വിശ്വസിക്കാത്തവരാ നിങ്ങൾ ചിലരുണ്ട്. യുദാസിനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. വിശ്വസിക്കുകയല്ല, വചനം എടുക്കുകയല്ല. 2, വിശുദ്ധിയില്ലാതെ അനുദപിക്കുകയല്ല. അത് പറയുന്ന വചനമാണ് യോഹന്നാൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ. ഈശോ അപ്പസ്തലന്മാരുടെ കാലുകൾ കഴുകി വരുമ്പം പത്രോസ് തടസ്സം പറയുന്നു. അതിന് മറുപടി പറഞ്ഞു കഴിയുമ്പോൾ പത്രോസ് മുഴുവൻ കഴുകാൻ പറയുന്നു. അപ്പോൾ ഈശോ പറയും അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് 10-11 വാക്യങ്ങൾ, യോഹന്നാൻ 13 10-11 വാക്യങ്ങൾ അറിയാമല്ലോ. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എല്ലാവരും അല്ല. ഉടനെ യോഹന്നാൻ പറയുന്നുണ്ട്, അത് യൂദാസിനെ കുറിച്ച് പറഞ്ഞ ശുദ്ധിയില്ലാത്തവൻ, പിറുപിറുപ്പും കള്ളത്തരവും തിന്മയായിട്ട് നടക്കുന്നു, അനുദപിക്കുകയല്ല, ശുദ്ധിയില്ല. അപ്പോൾ ദൈവരായി സംഭവിച്ചിരിക്കുന്നു 2 കാര്യം: അനുദപിക്കുക, വിശ്വസിക്കുക. ഇത് 2 യൂദാസ് ചെയ്തിട്ടില്ല. അതിനെയാണ് വചനം പറയുന്നത്. അനുദപിക്കുകയില്ല, വിശ്വസിക്കുകയില്ല. വിശ്വസിക്കാതെ നടക്കുന്നു, അനുദപിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബാഹ്യമായിട്ട് വലിയ പദവി കിട്ടി. അപ്പസ്തോലൻ, മെത്രാൻ സ്ഥാനം, അഭിഷേകം. ബലി പങ്കെടുക്കുന്നു ഈശ്വരൻ അടുത്ത് നിന്ന് അൾത്താരയിൽ. എന്നിട്ടും സാത്താൻ വന്ന് കയറി. അപ്പം ഞാനെന്ന വ്യക്തി എൻ്റെ ഉള്ള് വചന വഴിയിലൂടെ, അനുതാപ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായാൽ മാത്രമേ ദൈവമുഖം ഒരുക്കുന്നതായ കൃപാവരങ്ങളുടെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക സ്ഥാനങ്ങളുടെയൊക്കെ അനുഭവം അനുഗ്രഹമായിട്ട് മാറുകയുള്ളൂ. ഇപ്പോൾ സ്നേഹമുള്ളവർ, ഇന്നത്തെ ഈ ഒരു പങ്കുവെക്കൽ ഞാൻ കഴിഞ്ഞ ദിവസവും ആ വീഡിയോയുടെ ഒരു ചില കമൻറ്റുകൾ, അത് ആവർത്തിച്ച കമൻറ്റുകൾ ഞാൻ തന്നെ കുറച്ച് ഉത്തരം കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അത് പലരുടെയും ഉള്ളിൽ സംശയമായിട്ട് കയറിയിട്ടുണ്ട്. അതിനുള്ള മറുപടിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് ഗൗരവത്തോടെ എടുക്കാം. നിങ്ങൾ ധ്യാനപൂർവ്വം ഇതേപ്പറ്റി ചിന്തിക്കുക. തമ്പുരാൻ ഒരു ഉള്ള തുറന്നായിരിക്കുക. തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളുണ്ട്, അവിടെയുള്ള ശേഷിപ്പുകൾ. ഈ തിരുശേഷിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പം എ ഗ്രേഡ് തിരുശേഷിപ്പ് എന്നല്ല, ദുർശേഷിപ്പെന്ന് പറയുന്നത് വീടുകളിലല്ല, സെമിത്തേരികളിലും കല്ലറകളിലേ ഉള്ളൂ. പക്ഷേ നമ്മുടെയൊക്കെ പല പറമ്പുകളിൽ ഇങ്ങനെയുള്ള തിന്മയുടെ സാന്നിധ്യങ്ങൾ അടക്കപ്പെട്ട അവസ്ഥകളുണ്ട്. ഈ എ ഗ്രേഡ് ദുർശേഷിപ്പുകൾ പോലും നമ്മുടെ പലരുടെയും പറമ്പുകളിൽ ഇങ്ങനെ തിന്മയിലൊക്കെ മരിച്ച ആൾക്കാരെ പണ്ടത്തെ കാലത്തെ കൊണ്ട് അടക്കിയ സംഭവമുണ്ട്. ഇത് പേടിക്കാൻ വേണ്ടി പറയല്ല, പേടിപ്പിക്കാൻ പറയല്ല, കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുകയാണ്. കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയാം, ചെയ്യാൻ പറ്റും. ലൂക്ക 10:19 അറിയാൻ പാടില്ലേ? പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ എ ഗ്രേഡായിട്ട്, ബി ഗ്രേഡ്, സി ഗ്രേഡ് ദുർശേഷിപ്പുകൾ എന്തുമായിക്കോട്ടെ, അല്ലെ കുടിയിരുത്തിയ അവസ്ഥയായിക്കോട്ടെ, അതിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇത് വചനവാഗ്ദാനമാണ്. തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നതാണ്. നമ്മൾ ഓരോ വ്യക്തി അതിലേക്ക് വരേണ്ടവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് കയറി വരണം. അങ്ങനെ നമ്മൾ ഇതിന് മുകളിൽ കയറി വരണം. അതിനുവേണ്ടി ചില കാര്യങ്ങൾ പറയുന്നത്. ശങ്കുള്ള സഹോദരങ്ങളെ, ആരോ ഇങ്ങനെ ഒരു അടുക്കുറിപ്പ് വീഡിയോയ്ക്ക് ഇട്ട് കഴിഞ്ഞപ്പം എന്താ കാണിക്കേണ്ടത്, ഇനി വിറ്റച്ച് പോകണോ അച്ഛങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള മേഖലകളെ കൈകാര്യം ചെയ്യാനുള്ള സകല വെളിപ്പെടുത്തലുകളും വചനത്തിലുണ്ട്. അതിനുള്ള സകല സഹായങ്ങൾ സഭയിലുണ്ട്. സഭയിലെ സകല സഹായങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇങ്ങോട്ട് വാ, ഒരാഴ്ചയോടെ വന്നേ, ഒരു ധ്യാനം വന്ന് കൂടിക്കേ, ഒരു ധ്യാനം വന്നുകൂട്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കിട്ടും. അത് വെച്ച് നിങ്ങളോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം. സഭയുടെ ഭാഗത്തുള്ള ശുശ്രൂഷ ഇവിടെയുണ്ട്. ഈശോയുടെ ഭാഗത്ത് ശുശ്രൂഷ ഉണ്ടായിട്ട് യൂദാസ് സ്വീകരിച്ചില്ല. ശുശ്രൂഷ നടന്നു, യൂദാസ് സ്വീകരിച്ചില്ല, കിട്ടിയില്ല. അവിടെ നമ്മൾ സ്വീകരിക്കണം വ്യക്തിപരമായിട്ട്. സഭയിലെ ശുശ്രൂഷകളുണ്ട്. നമ്മളിവിടെ ഓരോ ആഴ്ചത്തെ ധ്യാനം കൂടി അനേകർ ഇവിടെയുണ്ട്. ഞാനിവിടെ പ്രവാസം പറഞ്ഞിട്ടുണ്ട്. ഒരു 5 മേഖലകൾ നമ്മൾ സ്കാൻ ചെയ്ത് എടുക്കുകയാണ്. 5 ഫുൾ ഡേയ്സ്. ഞാൻ ഈ 5 കൊണ്ട് പോലും തികയുന്നില്ല. ധ്യാനം കൂടുമ്പോൾ ആൾക്കാർക്കറിയാം. ഈ ഒരു 35 മണിക്കൂർ വചനപ്രഘോഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. വചനം പങ്കുവെക്കുന്നത് തന്നെ 35 മണിക്കൂറുണ്ട്. പിന്നെ അതിന് പുറമെ മറ്റു ശുശ്രൂഷകളും. അങ്ങനെയുള്ളൊരു പോരാട്ടത്തിന് വചന വ്യക്തത എടുത്ത് നമ്മുടെ ലൈഫിനെ വചന വെളിച്ചത്തിൽ നല്ലപോലെ സ്കാൻ ചെയ്ത് എവിടെയൊക്കെയാണ് തിന്മയ്ക്ക് അവകാശം കയറി കിടക്കുന്നത്, എവിടെയൊക്കെയാണ് പഴുത് തുറന്ന് കിടക്കുന്നത്, അത് തിരിച്ചറിഞ്ഞ് ആ പഴുതടച്ച് അകത്ത് കയറി തിന്മയെടുത്ത് പുറത്ത് കളഞ്ഞ് ശുദ്ധീകരിച്ച് പിന്നെ പ്രാർത്ഥന വഴി ശക്തി നമ്മിലേക്ക് നിറച്ചെടുത്ത് അങ്ങനത്തെ പോരാട്ടത്തിലേക്ക് ഇറങ്ങിയാൽ 101% ഉറപ്പാണ്. ലൂക്ക 10:19 നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിറവേറും. ഒരു സംശയം വേണ്ട. പക്ഷെ പോരാട്ടമാണ്. നമ്മൾ ആരെങ്കിലും കയറി പോകാൻ നോക്കുമ്പം മറ്റൊരു അതിനപ്പുറം പൊരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഉപദ്രവമൊക്കെ നമുക്ക് നീങ്ങാനായിട്ട് പറ്റും. ശകുള്ള സഹോദരങ്ങൾ, അങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് നമ്മൾ അടങ്ങണം. നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് പങ്കുവെച്ചു. പ്രത്യേകിച്ച് ഒരു പശ്ചാത്തലത പങ്കുവെച്ചിരിക്കുന്നത് അതിൻ്റെ വ്യക്തത നിങ്ങൾ എടുക്കുക. ഈ കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന സ്കാൻ ചെയ്യുന്ന 5 മേഖലകൾ ഒരെണ്ണം മാത്രമാണ്.
തലമുറകളുടെ വിശുദ്ധീകരണം. മരിച്ചവർ വഴി നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ വന്നിരിക്കുന്ന തിന്മകളെ എങ്ങനെ ദൂരീകരിക്കാം. ഒപ്പം അതിനകത്ത് ഒന്നുകൂടെ വരും ഭൗതിക മേഖല വിശുദ്ധീകരണം, ദുർശേഷിപ്പുകൾ. ഭൗതിക മേഖല വിശുദ്ധീകരണം 2 മേഖല അതാണ്. തലമുറകളുടെ വിശുദ്ധീകരണം വഴി ഉറപ്പാക്കേണ്ട വിടുതൽ, ഭൗതിക സാഹചര്യങ്ങളുടെ വിശുദ്ധീകരണം വഴി ഉറപ്പാക്കേണ്ട വിടുതൽ. ഈ 2 മേഖലയുടെ തലങ്ങളാണ് നമ്മളിപ്പം ഒന്ന് പെട്ടെന്ന് സൂചിപ്പിച്ച് പോയത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ. വേറെ 3 മേഖലകൾ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുണ്ട്. പാപത്തിൻ്റെ സാന്നിധ്യം ഒഴിവാക്കൽ, ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് തിന്മയെ ഒഴിവാക്കൽ. ഇവിടെ കണ്ടില്ലേ, സഹോദരൻ കൊണ്ട് വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ ആ വെറുക്കുന്നവന് കൊലപാതകയാണ്, അവന് ദൈവജനം വസിക്കുകയല്ല. ദൈവജനമില്ലാത്ത പരിസ്ഥാനമില്ലാത്ത ആൾ സാത്താനിക ഉപദ്രവം 1 ഇറക്കി വിട്ടാലും 7 കൂട്ടിക്കൊണ്ട് വരുന്ന അപകടമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് വെറുപ്പോടെ നീങ്ങുന്ന വ്യക്തി, ക്ഷമിക്കാൻ തയ്യാറാകുന്ന വ്യക്തി എത്ര കുമ്പസാരിച്ചാൽ പോലും കുമ്പസാരം പോലും ക്യാൻസലാകും. തിന്മ നേരെ വന്ന് മറുവശത്ത് കയറും. അതേപോലെ ക്ഷമിക്കുന്നത് പിന്നെ തമ്പുരാൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വഴി തെറ്റാതെ നീങ്ങുക. അങ്ങനെ 3, 2, 5 മേഖലകൾ നമ്മൾ നല്ലപോലെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കി ഒരു പോരാട്ടത്തിൻ്റെ അടിത്തറ ഒരുക്കിയെടുത്തിട്ട് അങ്ങനെ പോരാട്ടത്തിലേക്ക് വരണം. നമ്മുടെ കുടുംബത്തിൽ കാരണവന്മാർ വഴിയോ വീടും പറമ്പ് ഉപയോഗിച്ച വ്യക്തികൾ വഴിയോ എന്തുമാത്രം തിന്മ പതിഞ്ഞ് കിടക്കുന്നുണ്ടോ അതിനെ നിർവീര്യമാക്കി ദൂരീകരിച്ചിട്ട് തലസ്ഥാനത്ത് ദൈവസാന്നിധ്യം പതിപ്പിച്ച് നിറച്ചെടുക്കാൻ മാത്രം നമ്മൾ പൊരുതണം. ഒരു വെഞ്ചരിപ്പ് കൊണ്ട് ചിലപ്പോൾ ആകുമായിരിക്കും, അതൊരു മിനിമം. ചിലപ്പം അതോ കൊണ്ടൊന്നും ആകുന്നില്ലായിരിക്കാം. ഇവിടെ മരിച്ചെടുക്ക് കഴിഞ്ഞപ്പോൾ ഒരു പ്രാർത്ഥന നടത്തിയില്ലേ? പലപ്പോഴും മരിച്ചെടുക്ക് കഴിഞ്ഞിട്ട് പല ആൾക്കാരും കള്ളും കുടിച്ചിട്ടാണ് സങ്കടം തീർക്കുന്നത്. മരിച്ചെടുക്ക് തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ പല വീട്ടിലും മദ്യപിച്ചിട്ടാണ് പെട്ടിയെടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ കാണിക്കുന്ന പേക്കൂത്ത് തന്നെ എന്തുമാത്രമുണ്ട്. പെട്ടിയും കൊണ്ടുപോയി അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. സങ്കടം തീർക്കാൻ വേണ്ടി മദ്യപിച്ചിട്ട് നിൽക്കുന്ന മക്കൾ, അത് പങ്കാളി, ഇങ്ങനെയൊക്കെ. അവിടെ എത്ര വ്യഞ്ചരിച്ചാലും ഈ വ്യക്തി ഉള്ളു തുറക്കാതെ ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. സ്നേഹമുള്ളവരെ, ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. തിന്മയിൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടായി മരിച്ച് കഴിഞ്ഞിട്ട് അടക്ക് കഴിഞ്ഞിട്ട് ഒരു വീട് വന്ന് അച്ഛൻ പെട്ടെന്ന് വെഞ്ചരിക്കുന്നത് പല വീടിൽ എന്നൊക്കെ പറയുന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിലെ ഒരു വാക്കായെങ്കിൽ പോലും എന്താ പെട്ടെന്നുള്ള വീട് വെഞ്ചരിപ്പിൻ്റെ പ്രസക്തി? എന്തിനാ വീട് വെഞ്ചരിക്കുന്നത്? ഒരു മരിച്ചവർക്ക് ഒരു മരണം സംഭവിച്ചതിന് പേര് എന്താ സംഭവം? വിശുദ്ധി ജീവിച്ച ഒരു വ്യക്തിയാണ് മരിക്കുന്നതെങ്കിൽ ആ മരണം സ്വർഗത്തിൽ നിന്നും ഈശോ ആ വീട്ടിൽ മാലാഖാർക്കൊപ്പം വന്ന് ഈ വ്യക്തി കൂട്ടിക്കൊണ്ടു പോകുന്ന അനുഭവമാണ്. ആണോ? നമുക്ക് മരണം അങ്ങനെയാണ്. യോഹന്നാൻ 14, 1, 2, 3 വാക്യങ്ങൾ. ഞാൻ വന്ന് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഈശോ വരുന്നൊരു വീടാണ് മരണ വീട്. അങ്ങനെയെങ്കിൽ ആ വീട് എന്തിനാ പിന്നെ പ്രത്യേകിച്ച് വെഞ്ചരിക്കുന്നത്? ആ വീട് എന്തിനു വെഞ്ചരിക്കണം? ഈശോ വന്ന് കയറി ഇറങ്ങി, മാലാഖമാരും കയറി ഇറങ്ങിപ്പോയി വീടല്ലേ. ക്രൈസ്തവ അഭിഷേകത്തിന് ദൈവം അയക്കുന്നത് ജീവിച്ച ഒരു വ്യക്തി മരിക്കുമ്പം ഈശോയും മാലാഖമാരും വിശുദ്ധരും ആ വീട്ടിൽ വന്ന് ഈ വ്യക്തി കൂട്ടിക്കൊണ്ടുപോയി. പ്രാർത്ഥനയൊക്കെ പിന്നെ നടന്നു. അവിടെ വെഞ്ചരിപ്പിന് ആവശ്യമില്ല. പിന്നെ എന്തിനായി വെഞ്ചരിപ്പ്? പലപ്പോഴും പല മരണ സംഭവങ്ങളിലും സ്വർഗത്തിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞാൻ പച്ചയ്ക്ക് പറയുക, സ്വർഗത്തിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത്? മറ്റിടത്തുനിന്ന് വരുന്നത്. ഇത് പച്ച പരമാർത്ഥ പേടിയാകുന്നോർത്ത് ബഹുമാനിക്കുന്നല്ല, മിണ്ടായിരുന്ന കാര്യമല്ല. ഞാൻ ഈ 50 പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു ആത്മീയ അനുഭവം കുറിച്ചൊരു വിടുതൽ അനുഭവങ്ങളാണ്. അതിനകത്ത് 8 പുസ്തകമുണ്ട് മരണസമയ പോരാട്ടത്തെക്കുറിച്ച്. ഞാൻ നേരെ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ള മരിക്കാൻ നേരത്ത് താൻ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്ന തിന്മയുടെ സാന്നിധ്യങ്ങളെ കണ്ട് ഇങ്ങനെ ഭയന്ന് വിറങ്ങലിച്ച് ഞടുങ്ങി മരണത്തിലേക്ക് ഊർന്നു പോകുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. 2 സംഭവം ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഇതിനകത്ത്. ബാക്കി 8-10 സംഭവങ്ങളും ഈശോ വന്ന് കൂട്ടിക്കൊണ്ടുന്ന അനുഭവങ്ങളാണ്. നമ്മുടെ എത്രയോ കുടുംബങ്ങളിൽ വിശുദ്ധി ജീവിച്ച വ്യക്തികൾ മരിക്കാറാകുമ്പം എത്ര ക്ഷീണിച്ച് കിടന്നാൽ പോലും കണ്ണ് തുറന്ന് പുഞ്ചിരിച്ച് ചിലപ്പോൾ എണീറ്റ് ഈശോ വരുന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. മാലാഖമാർ, യേശു പിതാവ്, അപ്പച്ചൻ, അമ്മച്ചി വന്നിരിക്കുന്നു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മരിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. എല്ലാവർക്കും ഓർമ്മയുണ്ട് കുടുംബങ്ങളിലൊക്കെ. അതാ പറയുക, ഒത്തിരി വിശുദ്ധ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. പക്ഷേ എല്ലാം അങ്ങനെയല്ല മരണങ്ങൾ. മരണസമയത്തെ അസ്വസ്ഥത മുഴുവൻ ഇങ്ങനെയാണെന്നല്ല അച്ഛനെ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഇപ്പം മരണത്തിൻ്റെ വേദന കൊണ്ടോ ഒക്കെ പല ഭാവങ്ങൾ കാണിക്കാം. എങ്കിലും മരണസമയമാകുമ്പം നമ്മുടെ കൺമുമ്പിൽ നിത്യതയുടെ വിരി തുറക്കപ്പെടും. തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നവരെ കാണും. യേശു ക്രിസ്തുവിൻ്റെ ഐക്യപ്പെട്ട് ജീവിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാൻ
ഈശോയും മാലാഖമാരും ഈശോ നിയോഗിക്കുന്ന വിശുദ്ധർ കടന്നു വരും. അത് കണ്ട് സന്തോഷത്തിൽ കടന്നു പോകും. സാത്താനോട് ചേർന്ന് നടക്കുമ്പോൾ പൗലോസിന്റെ ഡയറിക്കകത്തൊക്കെ സംഭവം പറയുന്നുണ്ട്. മരണസമയമാകുമ്പം തിന്മ ജീവിച്ച വ്യക്തി പൈസ സാന്നിധ്യങ്ങൾ ആയിരക്കണക്ക് ചുറ്റും നിന്നുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഈശോ ഭവിഷ്യനിക്ക് ദർശനം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, അപ്പുറത്തെ മുറി, ഭവിഷ്യന് ആശുപത്രി കിടക്കാൻ നേരം അപ്പുറത്തെ മുറിയിൽ ഒരാൾ മരിക്കാൻ സമയമായിരിക്കുന്നു. എന്നോട് കുറച്ച് ബന്ധമുണ്ട്, പക്ഷേ ഒത്തിരി പാപങ്ങളുമുണ്ട്. പൈസ അരിവ് ചുറ്റും നിൽക്കുകയാണ്. നീ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചേ. ഭവിഷ്യനായി ഈശോ ഏൽപ്പിച്ച് മുട്ട നിർത്തി പ്രാർത്ഥിപ്പിക്കുകയാണ്. കരുണക്കൊന്ത ചൊല്ലി വിശ്വാസസ്നേഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പിശാചുക്കൾക്കുള്ള അവകാശം, പാപ സാന്നിധ്യം കഴുകി മാറ്റപ്പെട്ട് ഈ മനുഷ്യന് പീഡ മാറി ശാന്തമായിട്ട് മരിക്കുന്ന രംഗം വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കിടപ്പുണ്ട്. ഞാൻ ഈ ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതെല്ലാം റിയാലിറ്റീസാണ്, യാഥാർത്ഥ്യങ്ങളാണ് സ്നേഹമുള്ളവരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തിന്മയിൽ മുഴുകിയൊക്കെ മരിക്കാറായ പെട്ടെന്ന് അച്ഛൻ വന്നു വിളിച്ചോണ്ട് വന്നു ഓപ്പറേഷനാണ്. ഞാൻ ഒരു ഇടവകയിലായിരിക്കും, ഒരു മനുഷ്യൻ ഇങ്ങനെ മദ്യപാനം, പള്ളിപ്പോക്കില്ല, വർഷങ്ങളായിട്ടില്ല, രോഗമായിട്ട് കിടക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മക്കൾ എന്നെ വിളിച്ചു, അച്ഛാ വന്ന് ഒന്ന് കുമ്പസാരിപ്പിക്കാൻ നോക്കണേ, എങ്ങനെയെങ്കിലും രോഗിയിലും കൊടുക്കാൻ എത്ര വേണ്ടി സമ്മതിക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് ചെന്നു, കുമ്പസാരിക്കാൻ തയ്യാറല്ല, പിന്നെയാട്ടെ രോഗിയിലും സ്വീകരിക്കുക, പിന്നെയാട്ടെ പള്ളി വന്ന് കുമ്പസാരിച്ചോളാം. ഇങ്ങനെ തന്നെ പറിച്ചിരാം. കുറേ വർഷം മുമ്പ് അവസാനം തീരാറായി, മരണം ഏതാണ്ട് എടുത്തു. ഞാൻ വീട്ടുകാരെ പറഞ്ഞു, ഞാൻ എന്നാ ചെയ്യുന്നേ? ഞാൻ വിശുദ്ധ കുർബാന എടുത്ത് എൻ്റെ ഉടുപ്പിനകത്ത് വെച്ച് രോഗികളും കൊടുക്കാൻ സൈത്തുമെടുത്ത് കപ്പേരെ കൂട്ടി ആ വീട്ടിൽ ചെന്നിട്ട് കപ്പേരെ പുറത്ത് നിർത്തി ചുമ്മാ യാദൃശ്യമായിട്ട് വന്നാൽ എന്ന പോലെ ഞാൻ ഈ വീട്ടിൽ ചെന്ന് കയറിയ മനുഷ്യടുത്ത് വർത്താൻ പറഞ്ഞു തുടങ്ങി. ഇച്ചിരി പറഞ്ഞ് വന്നിട്ട് എങ്ങനെയെങ്കിലും കുമ്പസാരിപ്പിച്ചിട്ട് രോഗികളും കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. വീട്ടുകാരപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എവിടെയും സമ്മതിക്കുക. ഞാൻ അങ്ങ് വന്നോളാം അച്ഛാന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക, ഇങ്ങനെ കിടക്കുക. ഞാൻ അങ്ങ് വന്നോളാം അച്ഛ. എന്നാ ചെയ്യുന്നത്? ഞാൻ വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോന്നു. സമ്മതിക്കുന്നില്ല. ആ രാത്രി ആ മനുഷ്യൻ മരിച്ചു. എൻ്റെ കണ്ണും നിറഞ്ഞാൽ എന്നാ ചെയ്യുന്നത്? ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ആ വീട്ടിൽ ആരായിരിക്കും വരിക? വികാരിച്ചാ ഞാൻ ആ വീട്ടിൽ പ്രവാസിച്ചെന്നു. ഈശോ കൂട്ടിക്കൊണ്ട് ചെന്നു. നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെയാണ് നിരസിക്കുന്നത് ഈശോ പറഞ്ഞില്ലേ ലൂക്കോപത്തില്? നിങ്ങളെ നിരസിക്കുന്നത് എന്നെയാണ് നിരസിക്കുന്നത്. ഇവിടെ ഞാൻ വികാരിച്ച് ചെന്നു, അത് ഈശോയും കൂട്ടിക്കൊണ്ട് ചെന്നു. ഇത് ഞാൻ പറഞ്ഞു, ഈശോ ഉണ്ടെന്ന് പറഞ്ഞില്ല, നമുക്ക് രോഗം സംസാരിക്കാം. നോ, ആരെയാണ് നിരസിച്ചത്? യോഹന്നാൻ 6 പറയല്ലേ, കുറേ പേര് പിറുപിറുത്തു ഈശോ വാക്ക് കേട്ടിട്ട്. ആർക്കും വിശ്വസിക്കാൻ പറ്റും? അവർ പിറുപിറുത്തോണ്ട് പോവുകയാണ്. അപ്പസ്തലന്മാർ പോലും യുവദാസും കൂടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഈശോ ചോദിച്ചു, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നോ? കുറേ പേര് വിട്ടുപോയി. അവിടെ നമ്മൾ വായിക്കുകയാണ് യോഹന്നാൻ 6 65 കാണാം. പിന്നെ ഒരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നില്ല. എന്ന് പറയുമ്പം അന്ന് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വന്നില്ല എന്നല്ല, അന്ന് പോയിട്ട് പിറ്റേ ആഴ്ച ഈശോയോട് നടക്കാൻ വന്നു ഇല്ല എന്നല്ല, ഈശോയുടെ ജീവിതം പൂർത്തിയാകുന്ന പിറ്റേ വർഷത്തെ ബലിയുടെ മുമ്പ് എന്തെങ്കിലും വന്നില്ല എന്നല്ല, ഈശോ മരിച്ചു കഴിഞ്ഞ് പന്തക്കോസ്ത് സഭ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് വന്നു ഇല്ല എന്നല്ല, അവിടെ മരണത്തിന് മുമ്പ് എന്തെങ്കിലും അവസാനം അന്ധശ്വാസം വലിക്കുന്നവരെ വന്നില്ല. അന്ധശ്വാസം വലിക്കുന്നവരെ വന്നില്ല എങ്കിൽ അന്ധശ്വാസം വലിച്ചു കഴിഞ്ഞിട്ട് വന്നോ? ഇല്ല. പിന്നെ ഒരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നില്ല. പിന്നെ ആരുടെ കൂടെ നടന്നു? പിറുപിറുത്തോണ്ട് ഇറങ്ങിപ്പോയി. ആ കൂട്ടത്തെ പ്രധാനിയായിരുന്നു യൂദാസ്. താഴെ അവിടെ യോഹന്നാൻ 6 പറയും, ഞാൻ 12 പേരെ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ഒരു പിശാചാണ്. ആ കൂട്ടത്തിൽ പോയ മറ്റവർ ഇവിടെ പോയി. അപ്പം ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ഈശോയും സ്വർഗത്തിലെ വിശുദ്ധരും മാലാഖമാരും അല്ല. ഇങ്ങനത്തെ ഒരു പശ്ചാത്തലം അതുകൊണ്ടും കൂടിയാണ് ഓരോ മരിച്ചെടുക്ക് കഴിയുമ്പോഴും അച്ഛൻ വന്ന് വീട് വെഞ്ചരിക്കുന്നു, വിശുദ്ധീകരിച്ചെടുക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ട് പല കുടുംബങ്ങളിലും. പിന്നെ വന്ന് കയറുന്ന ആൾക്കാരും അവരുടെ ഉള്ളിലെ സാന്നിധ്യങ്ങളും ഇതെല്ലാം അവിടെ പതിയുന്നുണ്ട്. ശകമുള്ളവരെ നമ്മുടെ കുടുംബങ്ങൾ, വീടുകൾ, ഭൗതിക മേഖലകൾ നല്ല വിശുദ്ധിയുടേതായിട്ട് മാറ്റണം. വീണ്ടും പറയുകയാണ്, നമ്മുടെ ജീവിതം തീരുമ്പം ഉള്ളിൽ തീരുമാനമെടുക്ക്. എൻ്റെ ജീവിതം തീരുമ്പം, ഞാൻ മരിച്ചു കിടക്കുമ്പം എൻ്റെ ശരീരം ഒരു തിരിശേഷിപ്പായിരിക്കണം.
എൻ്റെ മൃതശരീരം എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് മുത്തുമ്പം അവർക്ക് എന്നോട് കൃപ കിട്ടണം. എന്നെ അടക്കുന്ന കല്ലറ ആരെങ്കിലും തൊട്ട് വന്നിച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ സ്പർശനം കിട്ടണം. ഞാൻ ഇരുന്ന കസേര, കിടന്ന കട്ടിൽ, പെരുമാറിയ വീട്, അവിടെ എൻ്റെ മക്കളോ കുടുംബാംഗങ്ങളോ മറ്റുള്ളവരൊക്കെ കയറി ഇറങ്ങുമ്പം അവർക്ക് കൃപ കിട്ടണം, സൗഖ്യങ്ങളുണ്ടാവണം, വിടുതൽ കിട്ടണം. തമ്പുരാൻ എന്നെ ഏൽപ്പിച്ച വീടും പറമ്പും വസ്തുക്കളും ഞാൻ പോയി കഴിയുമ്പോഴും വ്യർത്ഥതയുടെ അടിമത്തത്തിൽ, ജീർണതയുടെ ബന്ധനത്തിൽ ഈറ്റുന്നവ അനുഭവിച്ച് നെടുവീർപ്പിട്ട് ദൈവമക്കൾ വെളിപ്പെടാൻ വേണ്ടി പിന്നെയും കിടക്കുന്ന അവസ്ഥ അവശേഷിക്കരുത്. ഈ ഒരു വിളി അൽഫോൻസാമയ്ക്കോ മറിയം ത്രേസ്യയ്ക്കോ എബ്രാസഭയ്ക്കോ മാത്രമുള്ള വിളിയല്ല. നമ്മളെല്ലാവരും ഇങ്ങനെ ആകാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ ആകാൻ പറ്റാതെ പോയവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, മരിച്ചവരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ വഴി വന്ന് പറഞ്ഞ അശുദ്ധി നമുക്ക് ദൂരീകരിക്കണം. നമുക്ക് സാധിക്കും. നമുക്കുള്ള അവസരങ്ങൾ ചുരുക്കമാണ്, അനേക അവസരങ്ങളുണ്ട്, നാളുകൾ ചുരുക്കമായിരിക്കും. നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് തീക്ഷ്ണത നീങ്ങാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവർ ഉപയോഗിച്ച വസ്തുക്കളെ കുറിച്ചുള്ള ഭീതി, ശങ്ക, കലക്കം ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഗൗരവം വേണം, ഗൗരവം വേണം. ആരംഭിക്കണം. ബാക്കി തമ്പുരാൻ ചെയ്യും.